അപ്പോ എന്തായാലും ശരി. അപ്പൊ ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെ എന്തോ ഒരു കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുമ്പോ പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, ഓഡിയോ ഓഫ് ചെയ്തോളൂ ട്ടാ, ഇല്ലെങ്കിൽ എല്ലാവർക്കും കേൾക്കാൻ സാധ്യതയില്ല. സംഗീത എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് അല്ലേ, ആ അക്കൗണ്ടിൽ നിന്ന് ഒന്ന് ഓഡിയോ ഓഫ് ചെയ്യോ? ആ, ഓക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പലപ്പോഴും ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ഒരു കുട്ടി പരീക്ഷയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് ടീച്ചറെ ഭയങ്കര ടഫ് തന്നെയായിരുന്നു. അതിപ്പോ മാർക്കൊന്നും അല്ലെങ്കിലും വേണ്ട, ഞങ്ങള് പിന്നെ എന്താ പറയാ, മാർക്ക് കൂടുതൽ വാങ്ങിയില്ലേ ടീച്ചർ എപ്പോഴും ചോദ്യങ്ങളൊക്കെ ചോദിക്കും, എല്ലാ വർക്കും തരും, ചെയ്യാൻ തരും, അതുകൊണ്ട് മാർക്ക് ഇല്ലാതിരിക്കുക നല്ലത് എന്നൊരു കുട്ടി പറഞ്ഞു. അത് കേട്ടപ്പോ തൊട്ടപ്പുറത്തുള്ള ഒരു ടീച്ചർ എന്നോട് ചോദിക്കാന്, ടീച്ചറെ ഇത് ഏത് ഡിഫൻസ് മെക്കാനിസത്തിലാണ് വരികയെന്ന്. അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര തമാശയായി തോന്നി. കാരണം അധ്യാപകരൊക്കെ ഇപ്പൊ ഡിഫൻസ് മെക്കാനിസത്തിനെ പറ്റിയും അതുപോലെ തോണ്ടേക്കിനെ പറ്റിയും സ്കിന്നറെ പറ്റിയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഇതുവരെ നമ്മൾ മറന്ന കുറേ കാര്യങ്ങളാണ്. പലർക്കും പലരും ഡിഗ്രിക്ക് ഏതാണ് സബ്ജക്റ്റ് എന്ന് പോലും മറന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ ഉള്ളത്. അതേപോലെ തന്നെ സൈക്കോളജി ചില ടീച്ചേഴ്സ് പറയുന്നത് ഞങ്ങൾ ബി.എഡിന് സൈക്കോളജി പഠിച്ചിട്ട് തന്നെ ഉണ്ടാവുമെന്ന്. അതന്നെ ഓർമ്മയില്ലാന്ന്. അപ്പൊ അത്രയും നമ്മളെല്ലാവരും ഒരു വലിയൊരു ഗ്യാപ്പ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ കേട്ടിട്ട് കിട്ടുക എന്നുള്ളത് മാറ്റി നിർത്തിയാൽ എന്തായാലും ഇതിലൂടെയൊക്കെ ഒന്ന് നമുക്ക് കടന്നു പോകാന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ ഇതൊരു വലിയ സബ്ജക്റ്റാണ്. കുറെ പേരൊക്കെ വായിച്ചെത്തിയിട്ടുണ്ടായിരിക്കും. ചില ആൾക്കാർക്കൊക്കെ ഇപ്പൊ എന്നെക്കാളും കാര്യങ്ങൾ ധാരണ ഉണ്ടാവും. എന്തായാലും ഈ ക്ലാസ്സിന് എന്നെ വിളിച്ചപ്പോൾ ഞാൻ സുധീർ മാഷോട് ഇതിന്റെ ഒരു ആശങ്ക പങ്കുവെക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോ പക്ഷെ എന്താ എനിക്ക് ഏത് ലെവലിലാണ് നിങ്ങളുടെയൊക്കെ ഒരു ഇത് നിൽക്കുന്നത് എന്ന് എനിക്കിപ്പോ മനസ്സിലാവണില്ല. നിങ്ങളൊക്കെ ഏത് സ്റ്റേജ് എത്തി, പഠനം കഴിഞ്ഞോ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണോ, അതോ നിങ്ങൾക്ക് പഠിച്ചിട്ട് മനസ്സിലാവണില്ലേ എന്നൊക്കെ തോന്നാൻ തുടങ്ങി. എന്തായാലും ചില ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട്, അപ്പുറത്തെ യു.എസ്.എസ് ക്ലാസ് ഇംഗ്ലീഷ് എടുക്കുമ്പോൾ ഞങ്ങള് അപ്പൊ ഞങ്ങളെ ക്ലാസ് നിർത്തി ഞങ്ങളെ ശ്രദ്ധിക്കുന്നു, കാരണം ഇംഗ്ലീഷ് ഇതിന് വേണ്ടതാണല്ലോ. ഞാൻ ഓർത്തു, ശരിയാണല്ലോ, യു.എസ്.എസിന്റെ ഒക്കെ ഒരു സിലബസ് തന്നെയാണല്ലോ ഇംഗ്ലീഷിന് വേണ്ടത് എന്ന്, ഈ കേട്ടറ്റിന് വേണ്ടത് എന്ന് ഞാനിങ്ങനെ ഓർത്തു. സത്യമാണ് അത്. അപ്പൊ നമ്മളെ വഴികളൊക്കെ നമുക്കിങ്ങനെ തുറന്നു വരികയാണ്. പിയാഷെ, ലോകപ്രശസ്ത കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആയ പിയാഷെ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴാണ് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാന്ന്. നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നത് നമുക്കൊരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. ഒരു ഒബ്സ്റ്റക്കിൾ നമ്മുടെ വഴിയിൽ വന്നു നിൽക്കുമ്പോഴാണ് നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യാന്ന്, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നുള്ളത്. അപ്പൊ ഞാൻ ഓർത്തു ആ ഒരു കാര്യം. എന്തായാലും അധ്യാപകർ ഒന്നോ രണ്ടോ പേര് ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, സൈക്കോളജി പഠിക്കുമ്പോൾ കേട്ടിട്ട് എന്താണ്, എങ്ങനെയാണ്, ഒന്ന് ഷെയർ ചെയ്യൂ, ഒന്നോ രണ്ടോ പേര് ആരെങ്കിലും. പഴയലക്കടി സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ഷെയർ ചെയ്യോ, എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന്. രാധിക ടീച്ചർ ഉണ്ടോ? സ്മിത ടീച്ചർ ഉണ്ടോ? ഏതെങ്കിലും ആരെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് പേര് എന്താണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ്? ഞാനൊന്ന് ഷെയർ ചെയ്യാം. പറയൂ. അപ്പൊ നമ്മൾ ടി.ടി.സിക്ക് പഠിക്കുമ്പോ പഠിച്ച ശാസ്ത്രജ്ഞന്മാര്, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ പഠിച്ച ശാസ്ത്രജ്ഞന്മാരല്ലാതെ മറ്റൊരുപാട് പേരുകളും പുതിയ സിദ്ധാന്തങ്ങളും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാണുന്നുണ്ട് നമ്മൾ ഈ ചോദ്യപേപ്പർ അനലൈസിംഗ് ഒക്കെ കാണുമ്പോഴേ. അപ്പൊ അതില് പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ നമുക്ക് ഈ കൺഫ്യൂഷൻ വരികയാണ്. അതായത് ബുദ്ധിശോധകം ഒരാളാണ്, മറിച്ച് IQ വേറെ ആളാണ്. അപ്പൊ ആ രീതിയിലൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ വൈഡ് സബ്ജക്റ്റ് ആയതുകൊണ്ട് ഈ പേരുകൾ തമ്മിലുള്ള കൺഫ്യൂഷനും ഒക്കെയാണ് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം. അപ്പൊ അത് തന്നെയായിരിക്കും പൊതുവെ ഉള്ളതെന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഈ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, അതുപോലെ ആരെങ്കിലും ഒന്ന് പറയൂ, നിങ്ങൾ എവിടെ എത്തി, നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. കാരണം ഞാനും ഇത് കുറെയൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. എന്നാലും നമുക്കൊന്നും ഒരു അവലോകനം ചെയ്യാം, ഒന്ന് സ്പീഡിൽ പോവാം നമുക്ക് എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാനും ഈ പഠിക്കുന്ന പറഞ്ഞോളൂ. വനജ ടീച്ചറാണ്. എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ സാമൂഹിക പഠന സിദ്ധാന്തം എന്ന് പറയാം. അപ്പൊ ഈ വൈഗോസ്കി, പിന്നെ നമ്മൾ വേറെയും സോഷ്യൽ, ഇപ്പൊ സൈക്കോ അനാലിറ്റിക്കൽ, ഫ്രോയിഡ് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ളതിൽ തന്നെ എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്രശ്നം തോന്നിയിട്ടുണ്ട്. അതായത് പകുതി കേട്ടിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, മുഴുവനായിട്ടും ഉൾക്കൊള്ളാതെ പഠിച്ചിട്ടുള്ള ഒരു പ്രശ്നം. അത് അപ്പോൾ തെറ്റാനുള്ള സാധ്യത കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്.
ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പഠനമല്ല ഇപ്പൊ നടക്കണത് എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റാതെ പഠിക്കുമ്പോൾ തെറ്റാനുള്ള സാധ്യതയും കൂടിയിട്ടുണ്ട്. അതാണ് ഒരു പ്രശ്നം. പിന്നെ ഈ അപ്പൊ പിയാഷെ കുറെ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ എന്നാലും പിയാഷയുടെ ചില സൈഡിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോ നമുക്ക് ആ ആൻസർ ഇത് പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു തോന്നല് വരുന്നു. അങ്ങനെ അത് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്. ഓക്കെ. ഇനി ആരെങ്കിലും ഒന്നുകൂടി പറയൂ. എനിക്ക് ഒന്നുകൂടി മനസ്സിലാക്കാൻ എനിക്ക് കാര്യം മനസ്സിലായി. ടീച്ചറെ പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്. നെല്ലിക്കുറിശി സ്കൂളിലാണ്, പ്രമിതിയാണ്. അത് നെല്ലിക്കുറിശി. പറഞ്ഞോളൂ. നമ്മള് കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴേ നമ്മളിങ്ങനെ എല്ലാം ഓരോ ഹെഡിങ് അതിന്റെ താഴെ ഇങ്ങനെ ഓരോന്ന് വായിക്കുമ്പോ സിമുലേഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അതെന്താന്ന് മനസ്സിലാക്കി വെക്കും. പക്ഷെ അത് അപ്ലിക്കേഷൻ ലെവലിൽ കാണുമ്പോൾ അത് അടുത്തതാണോ മറ്റേതാണോ അങ്ങനെ സംശയം വരുന്നുണ്ട്. പിന്നെ അതുപോലെ ആ കോൾബർഗിന്റെ തിയറി ഒക്കെ ഉണ്ടല്ലോ, മോറൽ ഡെവലപ്മെന്റ്, അതിൽ ഏത് സ്റ്റേജ് ആണ്, അങ്ങനെയൊക്കെ ചില കൺഫ്യൂഷൻസ് ഒക്കെ വരുന്നുണ്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുമ്പോൾ. മുഴുവൻ പഠിച്ചെത്തിയിട്ടൊന്നല്ല, എന്നാലും അപ്ലിക്കേഷൻ ലെവൽ ഒന്നുകൂടി ഒരു പ്രശ്നമായിട്ട് തോന്നുന്നു. മറ്റേത് നമ്മള് പേരുകളൊക്കെ ഒന്നുകൂടി ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കാൻ പറ്റും എന്നാണ് തോന്നണത്, സ്ഥിരം നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി ക്വസ്റ്റ്യൻസ് എങ്ങനെയാ വരികയെന്ന് അറിയില്ല. അങ്ങനെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് ടീച്ചർ. ശരി ടീച്ചർ. ഓക്കെ. ശരി. അപ്പൊ നമുക്ക് ഏകദേശം ഒക്കെ ഇങ്ങനെ തന്നെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാണ്ടോ? ഒരു 1-2 മിനിറ്റ് കൂടി നമുക്ക് ഉപയോഗിക്കാം. ടീച്ചർ എൻ്റെ പേര് ധന്യ. പറഞ്ഞോളൂ. പെഡഗോജിയിലുള്ള ചോദ്യങ്ങളിൽ സൈക്കോളജി വരുമ്പോഴാണ് ആൻസർ ചെയ്യുമ്പോൾ ഏതാണ്ട് ചോയ്സുകളൊക്കെ നമുക്ക് ശരിയായിട്ട് തന്നെ തോന്നും. നമ്മളതിൽ പഠിച്ചൊരു ഇത് വെച്ചിട്ട് ഏറ്റവും ആപ്റ്റായിട്ട് എടുക്കും. പക്ഷെ അത് ആൻസർ ഷീറ്റ് വരുമ്പോൾ അത് മാറിയിട്ടായിരിക്കും പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ഈ അസിമുലേഷൻ, അക്കോമഡേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വരുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ പാവ്ലോവിൻ്റെ സിദ്ധാന്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉമിനീർ വരുന്നത് ഏതാണ്, അനുബന്ധ ചോദകമാണോ അനുബന്ധ പ്രതികരണമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് അതങ്ങോട്ട് എത്തണില്ല. കാരണം ഞങ്ങളുടെ ഒരു കാലത്ത് ഇത്തരം ഒരു പഠനം ഉണ്ടായിട്ടില്ല. വെറുതെ ഒരു തിയറി പഠിച്ചു പോലും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സൈക്കോളജി ആപ്ലിക്കേഷൻ ലെവലിൽ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ. ശരിയാണ്. പക്ഷെ ഒരു ഡീറ്റെയിൽ ആയ ഒരു ക്ലാസ്സിന് നമുക്ക് സമയമില്ലെങ്കിലും നമുക്ക് മാക്സിമം അങ്ങനെ സ്ട്രെസ് ചെയ്ത് പഠിപ്പിക്കാം. എന്താ വെച്ചാൽ അങ്ങനെ നമുക്ക് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ പറഞ്ഞ ഞാനും ഇപ്പൊ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്കും ചിലതൊക്കെ തെറ്റാറുണ്ട്. ഇങ്ങനെ ചിലതൊക്കെ വരുമ്പോ അയ്യോ ഇതാണോ ഒന്നും ഇങ്ങനെ ആലോചിക്കൊക്കെ വരാറുണ്ട്. പിന്നെ ചില സമയത്ത് ആൻസർ കീ നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും. അപ്പൊ അതൊക്കെ അതിൽ പ്രശ്നമാണ്. എന്നാലും ഒരു 40 മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 30 മാർക്ക് അല്ലെ 35 മാർക്ക് കിട്ടാനുള്ളത് നമ്മുടെ ഒരു സാധാരണ പഠനം മതിയാവും. പിന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് പ്രശ്നമാവുന്നത് ആപ്ലിക്കേഷൻ ലെവലാണ് ഇതിൽ ഏറ്റവും എളുപ്പം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആപ്ലിക്കേഷൻ ലെവല് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ വളരെ എളുപ്പമാണ്. എനിക്കുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് മലയാളം ടേമുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞാൻ അത്ര ഫെമിലിയർ അല്ല. ഇപ്പൊ കുറച്ചിങ്ങനെ ആരെയൊക്കെ കേട്ട് അങ്ങനെ കുറച്ച് അറിയാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്നെ ഒന്ന് സഹായിച്ചോളൂ കേട്ടോ. കുറെയൊക്കെ മലയാളം കുറച്ചൊക്കെ ഞാൻ പറയാം. പക്ഷെ മലയാളമാണ് ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരേ ടേം തന്നെ പല സമയത്ത് പല മലയാളം പേരുകൾ ഒന്നിന് തന്നെ വരാറുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല. അപ്പൊ അത് ഒരു ഇതാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ശരിയല്ലേ? റെഡി? ഓക്കെ. അപ്പോൾ സൈക്കോളജി അഥവാ മനഃശാസ്ത്രം എന്ന് പറയുന്നത് ഇതിന് വല്ലാതെ അത്ര അധികം പഴക്കമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. മനഃശാസ്ത്രം അഥവാ ഈ സൈക്കോളജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് വരുന്നതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ ഇടയ്ക്ക് ചോദിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചിലതിനൊന്നും ഈ മലയാളം വാക്കുകൾ എനിക്ക് അറിയില്ല. പക്ഷെ പല അധ്യാപകർക്കും അത് അറിയണ്ടാവും. എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ പറഞ്ഞാൽ അത് നമുക്കൊന്ന് ഒരുമിച്ച് പോവാം. പിന്നെ നിങ്ങൾക്ക് തിയറിയിലൊക്കെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ഡീപ്പായിട്ട് നമുക്കിപ്പോൾ പോവാൻ സമയമില്ല. കുറെ പരത്തി പറയാനൊന്നും സമയമില്ല. എന്നാലും ഈ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ മാക്സിമം ഒന്ന് പറഞ്ഞു തരാം. ഇനി എനിക്ക് തോന്നുന്ന ഒരു ഡിസ്കഷൻ ആയിരിക്കും ഇതിൽ നല്ലത് എന്ന് തോന്നുന്നു. എനിക്കും ചില ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്കത് പോവാം എന്ന് തോന്നുന്നു. ഇനി ഏതെങ്കിലും സംശയമുള്ള ഏരിയ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ ആരെ പറ്റിയാ പറയേണ്ടതെന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഏകദേശ ധാരണ തരാം. ഓക്കെ കേട്ടോ? അപ്പോൾ തുടങ്ങാം. എന്തായാലും ഈ മനഃശാസ്ത്രം ഏകദേശം ഒരു 20-ാം നൂറ്റാണ്ടിന്റെ
ആദ്യ ഭാഗത്തൊക്കെ ആയിട്ടാണ്, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തൊക്കെ ആയിട്ടാണ് ഈ മനഃശാസ്ത്രത്തിന്റെ വലിയ തിയറികളും വലിയ കുറച്ചും കൂടി സങ്കീർണമായ കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാലും മനഃശാസ്ത്രം എന്നും മനുഷ്യനെ നന്നായിട്ട് എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്ത ഒരു ശാസ്ത്രശാഖയാണെന്ന് പറയാം. പ്രത്യേകിച്ച് ഈ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ വന്നപ്പോ എല്ലാവരും അതിനെ വല്ലാതെ പിന്നെ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ എനിക്ക് തോന്നുന്നു. അതിനോട് ഈക്വലായ കുറെ കാര്യങ്ങളും സിനിമകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ. എന്തായാലും ശരി, സൈക്കോളജി മനഃശാസ്ത്രം എന്ന് പറയുന്നത് 2 ഗ്രീക്ക് വേർഡ് നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. സൈക്ക് എന്നും ലോഗോസ് എന്നും പറയുന്നത്. ലോഗോസ് എന്ന വേർഡ് നിങ്ങൾ എപ്പോഴും പരിചയമുള്ളതാണ്. ഓളജി എന്ന് വരുന്നതിലൊക്കെ ലാസ്റ്റ് വരുന്ന ലോഗോസ് എന്ന വേർഡ് നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. സയൻസ് ഓർ സ്റ്റഡി എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ സൈക്ക് എന്ന വേർഡിന്റെ അർത്ഥം സോൾ എന്നാണ് ശരിക്കും. അപ്പൊ ഈ ഗ്രീക്ക് വേർഡ് സൈക്കിന്റെ അർത്ഥം സോൾ എന്നാണ്. അപ്പൊ ഈ ഒരു ഏർലി 20th സെഞ്ചുറിയിലാണ് ഇത് വരുന്നത്. എന്താണ് ഈ സൈക്കോളജി? എന്തായാലും മനസ്സ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സംഭവം ഉണ്ട് എന്ന് അന്നത്തെ ആൾക്കാരൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അന്ന് അവർ സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് സോൾ എന്നാണ്, അതായത് ആത്മാവിന്റെ ശാസ്ത്രം എന്നാണ് അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സയൻസ് ഓഫ് സോൾ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ആത്മാവിനെ കുറിച്ച് പഠിക്കുന്ന ഈ ശാസ്ത്രശാഖ എന്നാണ് സൈക്കോളജി എന്ന് എല്ലാവരും മനസ്സിലാക്കി വെച്ചു. പക്ഷെ ഏത് തിയറി വന്നാലും എന്ത് ലോ വന്നാലും നമുക്ക് ഒരു കാര്യം അറിയാം, കുറെ ആൾക്കാർ അതിനെ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കും. അത് പ്രൂവ് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ വേറെ ആൾക്കാർ ശ്രമിക്കും. അത് പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞ് അവർ വേറൊരു തിയറി കൊണ്ടുവരികയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സയൻസ് ഓഫ് സോൾ എന്ന കോൺസെപ്റ്റിലും ഈ ഒരു പ്രശ്നം വന്നു. വേറൊരു ഗ്രൂപ്പുകാർ വന്നിട്ട് പറഞ്ഞു സയൻസ് ഓഫ് സോൾ അല്ല, സയൻസ് ഓഫ് മൈൻഡ് ആണെന്ന്. അപ്പൊ ശരി, സയൻസ് ഓഫ് മൈൻഡ് എന്ന് ആൾക്കാരൊക്കെ ധരിച്ചു. ഇത് സൈക്കോളജി ഇസ് ദ സയൻസ് ഓഫ് മൈൻഡ് എന്ന് പഠിക്കാൻ തുടങ്ങി. പക്ഷേ അനദർ ഗ്രൂപ്പ് കെയിം എന്നിട്ട് പറഞ്ഞു മൈൻഡ് അല്ല, സത്യത്തിൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് ആത്മാവും അല്ല, മനസ്സും അല്ല, അത് കോൺഷ്യസ്നെസ് ആണ്, ബോധമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കം പറഞ്ഞാല് സൈക്കോളജിക്ക് അതിന്റെ ആത്മാവ് ആദ്യം നഷ്ടപ്പെട്ടു. സോളല്ല എന്നാണ് പറഞ്ഞത്. മനസ്സ് പിന്നീട് നഷ്ടപ്പെട്ടു. പിന്നീട് അതിന്റെ ബോധവും നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ശാസ്ത്രജ്ഞൻ, ഒരു സൈക്കോളജിസ്റ്റ് അഭിപ്രായപ്പെട്ടിട്ട് പോലും ഉണ്ട്. അയാളുടെ പേരാണ് റോബർട്ട് എസ് വുഡ്വർത്ത്. റോബർട്ട് എസ് വുഡ്വർത്ത് സ്പെല്ലിങ്ങോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ചോദിക്കണേ. ഫസ്റ്റ് സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോൾ, then it lost its mind, then it lost its consciousness. It still has behavior of a sort. ഒരു ബിഹേവിയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മാവും അല്ല, മനസ്സും അല്ല, ബോധവും അല്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമിന് ചോദിച്ചേക്കാം, ഇങ്ങനെ ഒരു കോട്ടിങ് കൊടുത്തിട്ട് ഇതാരാണ് പറഞ്ഞത്? റോബർട്ട് എസ് വുഡ്വർത്ത് എന്ന ആളാണ് പറഞ്ഞത്. റോബർട്ട് എസ് വുഡ്വർത്ത് എന്ന് പറയുന്നത് ഇയാളൊരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. നമുക്ക് അവിടേക്കൊന്നും ഒരുപാട് പോകണ്ട. പക്ഷേ എന്തായാലും ഈ സൈക്കോളജിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് ഇത് പിന്നെ ഈ ശരിക്കും എല്ലാ സയൻസിനും ഒരു പ്രത്യേകത ഉള്ളത് എന്താ വെച്ചാൽ എന്തായിരുന്നു എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി പോലത്തെ ഒരു സംഭവം അല്ല. അപ്പൊ എന്താവണം എന്നൊന്നും സൈക്കോളജി പറഞ്ഞില്ല. പകരം ഇപ്പൊ എന്താണ്, അതാണ് സത്യത്തിൽ സൈക്കോളജി ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്താണെന്ന് കാണിക്കുന്നത്, വാട്ട് ഇറ്റ് ഈസ് നൗ എന്ന് കാണിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്, പോസിറ്റീവ് സയൻസ് എന്നാ പറയുക. പോസിറ്റീവ് സയൻസ് എന്താവണം, എന്തായിരുന്നു എന്നൊന്നും നമ്മൾ കണക്കാക്കുന്നില്ല. പകരം അങ്ങനെ കണക്കാക്കുന്ന സയൻസ് ഉണ്ടെങ്കിൽ അതിന് നോർമറ്റീവ് സയൻസ് എന്ന് പറയാം. പക്ഷെ അതല്ല, പോസിറ്റീവ് സയൻസ് ആണ് സൈക്കോളജി. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പൊ പോസിറ്റീവ് സയൻസ് ആണ് എന്നുള്ള പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം അതാണ് സൈക്കോളജിയുടെ പ്രത്യേകതമായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത. ഇനി ഈ സൈക്കോളജി ഇപ്പൊ ഏത് സയൻസിനും ഒരു പ്രത്യേകത ഉണ്ട്. 2 തരത്തിലാണ് സൈക്കോളജി ഉള്ളത്. ഒന്ന് പ്യുവർ സയൻസും ഉണ്ടാവും, അപ്ലൈഡ് സയൻസും ഉണ്ടാവും. പ്യുവർ സയൻസും അപ്ലൈഡ് സയൻസും. അതായത് പ്യുവർ സയൻസ് എന്ന് പറഞ്ഞാൽ തിയറി മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു ശാസ്ത്രശാഖ. എന്നാൽ അപ്ലൈഡ് സയൻസ് എന്ന് പറഞ്ഞാൽ തിയറീസും ലോസും പ്രിൻസിപ്പിളും ഒക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ ഉപയോഗിക്കുന്നതാണ് അപ്ലൈഡ് സയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ,
നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകരൊക്കെ ക്ലാസ്സിൽ പോവും. എന്നിട്ട് ചുരുക്കം പറഞ്ഞപ്പോൾ കേട്ടിട്ട് പാസ്സാവോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളൊക്കെ ഈ മനഃശാസ്ത്രം, ഈ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞിട്ട് കുറേ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നു അതിലൊക്കെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ ഒരു കാണുകയും ചെയ്യും, നമ്മൾ പഠിച്ചതൊക്കെ അവിടെ അപ്ലൈ ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു ഏരിയ ഓഫ് സയൻസിനെ നമ്മൾ പറയുന്നത് അപ്ലൈഡ് സയൻസ് എന്നാണ്. അപ്പൊ സൈക്കോളജി ഒരു അപ്ലൈഡ് സയൻസ് കൂടിയാണെന്ന് പറയാം. അതായത് എഡ്യൂക്കേഷൻ സൈക്കോളജി അതിൽ ഉൾപ്പെടുത്താൻ നമുക്ക്. പിന്നെ അതിന്റെ പുറമെ നമ്മൾ ഈ കൗൺസിലിംഗ് ഒക്കെ കേട്ടിട്ടുണ്ടോ? കൗൺസിലിംഗ് നമുക്ക് സൈക്കോളജിയിലുള്ള ഒരു ഭാഗം കേട്ടോ, ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. അപ്പൊ ഈ കൗൺസിലിംഗ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടോ? അത് അപ്ലൈഡ് സയൻസ് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ് കൗൺസിലിംഗ് സൈക്കോളജി. അപ്പൊ അങ്ങനെ കുറെ തരത്തിലുള്ള അപ്ലൈഡ് സയൻസുകൾ ഉണ്ട്. അതൊക്കെയാണ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡെവലപ്പിംഗ് സയൻസ്. ഇത് പുരോഗതിയിലേക്ക് നിരവധി റിസർച്ചുകളും കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രശാഖ തന്നെയാണെന്ന് പറയാം. ഓക്കെ, അങ്ങനെ സൈക്കോളജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ചില ചിന്താധാരകൾ, ചില സ്കൂൾസ് ഓഫ് സൈക്കോളജി വന്നു കഴിഞ്ഞു സൈക്കോളജിയുടെ ഫീൽഡിൽ. അത് ആദ്യം പറയുന്നതാണ് ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒന്ന്. പേര് എപ്പോ ഏത് സൈക്കോളജിയുടെ ടേം കേട്ടാലും നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് അതിന്റെ ഒരു ടേമുമായിട്ടുള്ള ഒരു ബന്ധം, ഘടനാവാദം, സ്ട്രക്ചറലിസം, ഘടനാവാദം. അപ്പോഴും നമ്മൾ മനസ്സ് അല്ലെങ്കിൽ ഈ ഒരു മനസ്സിനെ ചില ഘടകങ്ങളുടെ രൂപത്തിൽ കണ്ടതാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. മനസ്സിൽ എന്തൊക്കെയോ ഘടകങ്ങൾ ഉണ്ട്, അപ്പൊ അങ്ങനെ സ്ട്രക്ചറലാണ് അതിന്റെ ഒരു പ്രകൃതം എന്നൊക്കെ കണ്ടുപിടിച്ചു. ഈ സ്ട്രക്ചറലിസം അതിനെ അങ്ങനെ മനസ്സിനെ നമ്മൾ നിരീക്ഷിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇൻട്രോസ്പെക്ഷൻ അഥവാ ആത്മപരിശോധന, അങ്ങനെ തന്നെയല്ല അതിന്റെ ടേം, ഇൻട്രോസ്പെക്ഷൻ അഥവാ ആത്മപരിശോധന എന്ന ടെക്നിക് കൂടെയാണ്. അപ്പൊ സ്ട്രക്ചറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കായിട്ട് അവർ കണ്ടത് ഈ ഇൻട്രോസ്പെക്ഷൻ അഥവാ ആത്മപരിശോധനയായിട്ടാണ്. ഈ ടെക്നിക്കിലൂടെയാണ് അവർ കണ്ടത്. അപ്പോ ഇതിനിപ്പോ നമ്മൾ ബ്രെയിനിനെ നമ്മൾ അങ്ങോട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കുക എന്നുള്ളത് അവർ മനസ്സിൽ കണ്ടു. അതായത് ഇതിനൊക്കെ കുറെ പാർട്ട് ഉണ്ട്. ഈ നമ്മൾ മൊത്തം ഈ ബ്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഹോളാണ്. ദാറ്റ് ഹോൾ ഈസ് ഈക്വൽ ടു സം ഓഫ് ഇറ്റ്സ് പാർട്സ് എന്നൊക്കെ അവർ മനസ്സിലാക്കി. അങ്ങനെ അവർ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. എന്തായാലും പിന്നെ ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് വിൽഹം വൂണ്ട് എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. സ്പെല്ലിംഗ് ഒക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്നാലും വിൽഹം വൂണ്ട്, WUNDT, വിൽഹം വൂണ്ട്. സ്ട്രക്ചറലിസം ആണ് വൂണ്ട്. അപ്പോ പിന്നെ ഞാൻ എന്തെങ്കിലും പറയണതിൽ ചിലപ്പോൾ തെറ്റോ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാട്ടോ, ആർക്ക് വേണമെങ്കിലും പറയാം. അപ്പോൾ ഇയാള് വൂണ്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ജർമ്മനിയിൽ ആദ്യമായിട്ട് ഒരു എക്സ്പെരിമെന്റൽ സൈക്കോളജി ലാബ് സ്ഥാപിച്ചത് ഈ വിൽഹം വൂണ്ടാണ്. അതാരും മറക്കരുത്. അപ്പോ ചില ടീച്ചേഴ്സൊക്കെ പഠിക്കുമ്പോൾ ചില കോഡൊക്കെ വെച്ച് പഠിക്കുന്നതാണ്. പിന്നെ സ്ട്രക്ചറലിസം മനസ്സിനെ മുറിക്കുകയാണ്, അപ്പൊ തന്നെ വൂണ്ട് ഉണ്ടായി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ പഠിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ടേംസ് നിങ്ങൾക്ക് അങ്ങനത്തെയൊക്കെ ചില നിമോണിക് ഡിവൈസോ മറ്റോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ വൂണ്ട്, അപ്പൊ മുറിവുണ്ടാവില്ലേ, അപ്പൊ സ്ട്രക്ചർ ആക്കി കഴിഞ്ഞാൽ വൂണ്ട് ഉണ്ടാവും എന്നൊക്കെ. അപ്പോൾ 19th സെഞ്ചുറിയിൽ എന്തായാലും ജർമ്മനിയില് സ്ട്രക്ചറലിസം വന്നു. അപ്പോൾ ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്പെരിമെന്റൽ സൈക്കോളജി ലാബ് തുടങ്ങിയത്. പക്ഷെ അപ്പൊ ഈ ഫാദർ ഓഫ് സ്ട്രക്ചറലിസം ഇന്ന് ഇയാളെ പറയാറുണ്ട്, ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയാറുണ്ട്, ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയാറുണ്ട് ഇദ്ദേഹത്തെ, വില്യം വൂണ്ടിനെ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, എഡ്വേർഡ് ബി ടിച്ചനർ വന്നിട്ടാണ് ഇതിനെ ഒന്ന് ഫ്ലറിഷ്ഡ് ആക്കിയത്. അങ്ങനെ പക്ഷെ അപ്പോഴും അങ്ങനെ ഇതൊക്കെ സംഭവിച്ചു. അപ്പൊ ഘടനാവാദം എന്താന്ന് നമ്മൾ പറഞ്ഞു, ഇൻട്രോസ്പെക്ഷൻ അഥവാ ആത്മപരിശോധനയാണ് അതിലുപയോഗിക്കുന്ന ഏറ്റവും മികച്ച ടെക്നിക്ക്. മനുഷ്യനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തുന്നതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിന്റെ ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന്. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ പക്ഷെ ഈ സ്ട്രക്ചറലിസം വളരെ പുരാതനമായിട്ട് വളരെ ആദ്യകാലത്തുണ്ടായ ഒരു വാദമാണ് ഘടനാവാദം. പക്ഷെ വിമർശനങ്ങളൊക്കെ വന്നു, ഇതൊന്നും ശരിയല്ല, മനസ്സിനെ അങ്ങനെ കീറി മുറിക്കാനൊന്നും പറ്റില്ല, ഇൻട്രോസ്പെക്ഷൻ നടത്തിയാൽ തന്നെ അത് അത്ര ഭയങ്കരമായിട്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഘടനാവാദത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇൻട്രോസ്പെക്ഷൻ ആണ്. ഓക്കെ, അങ്ങനെ
പക്ഷെ അപ്പൊ അതിന് കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ പറയാൻ തുടങ്ങി. ഇന്റേണൽ ബിഹേവിയർ അത്ര പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാനും മെഷർ ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ ഉള്ളിലെ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. നമുക്ക് നമ്മളെ മനസ്സിലാക്കാനൊന്നും അത്ര എളുപ്പമൊന്നും അല്ല എന്നൊക്കെ മനസ്സിലായി. എന്തായാലും ഈ സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഈ സംഭവത്തിനെ വേറൊരു ഗ്രൂപ്പ് വന്ന് അതിനെ അട്ടിമറിച്ചു. അങ്ങനെ വന്നവരാണ് ഫങ്ഷണലിസം എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഒന്നുമല്ല, ഫങ്ഷനാണ് ഏറ്റവും പ്രധാനം എന്നാണ് അവർ പറഞ്ഞത്. ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്, സ്ട്രക്ചർ അല്ല, മറിച്ച് പ്രവർത്തനം. മറിച്ച് വേറൊരു സംഭവം കൂടിയുണ്ട്. കോൺഷ്യസ്നെസ് അഥവാ ബോധം എന്ന് പറയുന്ന ഒരു സംഭവമാണ് മുന്നിട്ട് നിൽക്കുന്നത്, അല്ലാതെ മനസ്സിന്റെ സ്ട്രക്ചർ ഒന്നും അല്ല എന്ന്. എന്തായാലും വില്യം ജെയിംസ് ആണ് ഈ ഫങ്ഷണലിസത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വക്താവായിട്ട് പറയുന്നത്. ഇദ്ദേഹത്തിന് ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോ എക്സ്പെരിമെന്റൽ സൈക്കോളജി ലാബ് കണ്ടുപിടിച്ചത് ആരാണ് സ്ഥാപിച്ചത് നമ്മൾ മനസ്സിലാക്കി. വില്യം വൂണ്ടാണ്. ഫാദർ ഓഫ് അമേരിക്കൻ സൈക്കോളജി എന്ന് പറയുന്നത് വില്യം ജെയിംസ് ആണ്. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആരാണ് മോഡേൺ സൈക്കോളജിയുടെ ഫാദർ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സിഗ്മണ്ട് ഫ്രോയിഡ്. കറക്റ്റ് എക്സാക്ട്ലി റൈറ്റ്. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ആയി എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അങ്ങനെ എന്തായാലും വില്യം ജെയിംസ് വന്നു. സത്യത്തിൽ ഇയാൾ അമേരിക്കൻ ആണ്. അപ്പോ ഇത് വന്നത് ഇവല്യൂഷണറി തിയറി, ഡാർവിന്റെ ഇവല്യൂഷണറി തിയറി നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പ്രകൃതി നിർദ്ധാരണമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞ, നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് അതിജീവിക്കാൻ വേണ്ടി, അതിജീവനത്തിന് കഴിവുള്ളവരാണ് മത്സരിച്ച് ജയിക്കുന്നത്, അവരാണ് ജീവിക്കുക, അവരാണ് ഭൂമിയിൽ ജീവിക്കാൻ അർഹത നേടിയിട്ടുള്ളവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡാർവിന്റെ തിയറി വന്നു. ഡാർവിന്റെ ഇവല്യൂഷണറി തിയറിക്ക് ഏകദേശം അതിനെ ചുവട് പിടിച്ചാണ് ഈ ഫങ്ഷണലിസം വന്നത്. അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും ഇതായിരുന്നു. ജോൺ ഡ്യൂയി ഒക്കെ ഇതിന്റെ ഒരാളാണ് കേട്ടോ. ജോൺ ഡ്യൂയി അറിയാമെന്ന് വിചാരിക്കുന്നു. ലേണിംഗ് ബൈ ഡ്യൂയിങ്, പ്രൊജക്ട് മെത്തേഡ് ഒക്കെ പറഞ്ഞ ആളാണ് ജോൺ ഡ്യൂയി, മറക്കരുത്. പിന്നെ അങ്ങനെ ഈ ഫങ്ഷണലിസംകാരും ഇൻട്രോസ്പെക്ഷനെ ഒരു ടൂളായി ഉപയോഗിച്ചുവെങ്കിലും അവർ കുറച്ചുകൂടി സ്ട്രെസ് ചെയ്തത്, മുൻതൂക്കം കൊടുത്തത് മെമ്മറി, തിങ്കിങ്, അതുപോലെ പേഴ്സണാലിറ്റി തുടങ്ങിയിട്ടുള്ള മാനസികമായ പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അതുപോലെ കുട്ടിയുടെ ഡെവലപ്മെന്റൽ നീഡ്സിനെ കുറിച്ചാണ്. അതായത് കുട്ടിക്ക് വളരാൻ ആവശ്യമായ ചില ആവശ്യകതകളുണ്ട്, മാനസികമായ ആവശ്യകതകളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ് ഫങ്ഷണലിസം അവർ കൊണ്ടുവരുന്നത്. പക്ഷേ ഫങ്ഷണലിസം വന്നു, കുറെ ആൾക്കാരൊക്കെ അതിന്റെ വക്താക്കളായി, ഏഞ്ചൽ, ജോൺ ഡ്യൂയി, അങ്ങനെ അവരൊക്കെ വന്നു. അവരൊക്കെ ഇതിനുമായിട്ട് കുറെ പരീക്ഷണങ്ങൾ നടത്തുന്നു, കണ്ടുപിടുത്തങ്ങൾ വരുന്നു. പക്ഷെ അതിനെ ആകെ അട്ടിമറിച്ച് മറ്റ് പുതിയൊരു സൈക്കോളജി, സ്കൂൾ ഓഫ് സൈക്കോളജി വന്നു. അതാണ് ബിഹേവിയറിസം. ബിഹേവിയറിസം എന്ന് പറയുന്നത് വ്യവഹാരവാദം എന്ന് പറയും, പെരുമാറ്റവാദം എന്ന് പറയും. ബിഹേവിയർ പെരുമാറ്റം, എന്താണ് ഈ സാധനം എന്നായി. പിന്നെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വളരെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന, ഏറ്റവും പുറമെ കാണുന്ന ഒരു ആള് കാണിക്കുന്ന സ്വഭാവ സവിശേഷതകളാണ് ബിഹേവിയർ എന്ന് ഏറ്റവും എളുപ്പത്തിൽ പറയാം. അപ്പൊ ഏറ്റവും പുറമെ കാണുന്ന, നിരീക്ഷിക്കാവുന്ന, മെഷർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ന് ബിഹേവിയറിസ്റ്റുകൾ പറഞ്ഞു. അങ്ങനെ ഈ ബിഹേവിയറിസ്റ്റുകൾ വന്നപ്പോ ഈ ബിഹേവിയറിൽ വരുന്ന മോഡിഫിക്കേഷൻസ് ആണ് ലേണിംഗ് എന്ന് അവർ പറഞ്ഞു. അതായത് നമ്മുടെ ഈ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതിനെങ്ങനെയൊക്കെ മാറ്റാം എന്ന് പറഞ്ഞൊക്കെയാണ് ബിഹേവിയറിസ്റ്റുകൾ വന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഒരു ആഫ്റ്റർ 40, കുറച്ച് മുമ്പ് TTC BEd ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ടീച്ചിങ് മാനുവലൊക്കെ എഴുതിയിരുന്നത് ബിഹേവിയറിസ്റ്റ് മോഡലിലായിരുന്നു. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇത് കണക്ട് ആവാൻ സാധിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ടീച്ചർ സെന്റേർഡ് അപ്രോച്ചാണ്, ഒരു സംശയവുമില്ല. ടീച്ചർക്ക് കുട്ടിയുടെ ബിഹേവിയർ മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറയുന്നത്. അപ്പൊ അവര് പറയുന്നത് കുട്ടിക്കൊരു ബിഹേവിയർ ഉണ്ടാവുന്നുണ്ട്, ആ ബിഹേവിയർ ഉണ്ടാവണം എന്നുണ്ട്, അതിലൊരു മോഡിഫിക്കേഷൻ നടത്തണം എന്നുണ്ടെങ്കിൽ, അതിലൊരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് സാധിക്കും. അതിനു വേണ്ടി ടീച്ചർ ഒരു പ്രത്യേക സാധനങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി. അതിന് സ്റ്റിമുലസ് എന്ന് പറഞ്ഞു, ചോദകം എന്നാണ് പറയുന്നത്. പിന്നെ അത് കുട്ടിയിൽ ഉണ്ടാക്കുന്ന മാറ്റം റെസ്പോൺസ് എന്നാണ്
പറഞ്ഞത് റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം. അപ്പൊ ടീച്ചർ എന്ന് പറയുന്ന ആള് ക്ലാസ് റൂമിൽ പോകുന്നു. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്ന കേട്ടോ. ക്ലാസ് റൂമിൽ പോകുന്നു, ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കുന്നു, ടീച്ചർ ക്ലാസ്സിൽ കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, കുട്ടികളോട് വെരി ഗുഡ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ കുട്ടിക്ക് സന്തോഷമായിട്ട് കുട്ടി വേഗം ആ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും. പിന്നെ അടുത്ത കാര്യം പഠിപ്പിക്കുന്നു. അപ്പോൾ ടീച്ചർ ആരാ ഉത്തരം പറയുക, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പോൾ ടീച്ചർ കൊടുക്കുന്ന സ്റ്റിമുലസ്, അതിലിടയ്ക്ക് ടീച്ചർ നന്നായി ഉത്തരം പറയുന്നവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്, ടീച്ചർ കുട്ടിയെ വെരി ഗുഡ് എന്ന് പറയുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നടക്കുന്നതും പറഞ്ഞത് ഇതൊക്കെ ബിഹേവിയറിസ്റ്റുകളാണ്, അതല്ലെങ്കിൽ പെരുമാറ്റവാദക്കാരാണ് ഈ ഒരു ആശയം കൊണ്ടുവന്നത്. ഇതൊക്കെ പെരുമാറ്റം അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ്, അതായത് കുട്ടിക്ക് ഉള്ളിലുണ്ടാവുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ പറഞ്ഞത് ബിഹേവിയറിസ്റ്റുകളാണ്. ഫാദർ ഓഫ് ബിഹേവിയറിസ്റ്റ്. അപ്പോൾ അതായത് ഈ ബിഹേവിയറിസ്റ്റുകൾ അല്ല പെരുമാറ്റവാദികൾ പറയുന്നത് എന്താണെന്നറിയോ, നമ്മൾക്ക് എന്തും ചെയ്യാം ഒരു കുട്ടികളെ. JB വാട്സൺ എന്ന് പറയുന്ന ബിഹേവിയറിസ്റ്റ് സൈക്കോളജിയുടെ ഫാദർ എന്നറിയപ്പെടുന്ന ആള് പറഞ്ഞത് എന്താണെന്നറിയോ, ഒരിക്കൽ എനിക്കൊരു 10 കുട്ടികളെ തരൂ, ഐ ക്യാൻ മേക്ക് ദം എനിബഡി, അഡ്വക്കേറ്റ്സ്, ഡോക്ടർ, എഞ്ചിനീയർ, ഈവൻ തീഫ്. അതായത് എനിക്കൊരു 12 കുട്ടികളെ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ എന്ത് വേണമെങ്കിലും ആക്കാം. എന്ത് വേണം, ഡോക്ടറാക്കണോ, എഞ്ചിനീയർ ആക്കണോ, കള്ളനാക്കണോ, ഒരു കൊള്ളക്കാരനാക്കണോന്ന്, അത് വേണമെങ്കിലും ആക്കാൻ സാധിക്കും ഒരു ടീച്ചർക്ക് എന്നാണ്, ഒരാൾക്ക് എനിക്ക് പറ്റും എന്നാണ് നമ്മുടെ JB വാട്സൺ പറഞ്ഞത്. ഈ കോട്ടിങ് പലപ്പോഴും പല കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും കണ്ടിട്ടുണ്ട് കേട്ടോ. ഗീവ് മീ 10 ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട്. ഇത് JB വാട്സൺ ആണ് പറഞ്ഞത്. ഈ വാട്സൺ എന്ന പേരിൽ കുറെ പേരുണ്ട്, അവരും ഇവരൊക്കെ ആയിട്ട് സൈക്കോളജിയിൽ കാണാറുണ്ട്. ഇത് നന്നായി മനസ്സിലാക്കി വെക്കുക, JB വാട്സൺ. അപ്പൊ JB വാട്സൺ അതാണ് പറഞ്ഞത്. അപ്പൊ ആ തിയറിയാണ് നമ്മളൊക്കെയും ഒരു കാലഘട്ടം വരെ, DPPക്കൊക്കെ മുമ്പ് വരെ നമ്മൾ ക്ലാസ് റൂമിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നു, സ്റ്റിമുലസ് വരുന്നു, അതിനനുസരിച്ച് റെസ്പോൺസ് ഉണ്ടാവുന്നു. ഇനി ഇത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള ആളാണ് സ്കിന്നർ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ സ്കിന്നറിനെ വെല്ലുവിളിക്കാൻ കുറെ സയന്റിസ്റ്റുകൾ ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുമ്പോൾ സ്കിന്നർ പറഞ്ഞു, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, വേണമെങ്കിൽ ഞാനൊരു പ്രാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഈ പ്രാവിനെ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ എഴുതിപ്പിച്ചു കാണിച്ചു തരണമെന്ന് ചോദിച്ചു. അപ്പൊ എന്താണ്, 8 എന്ന ആകൃതിയിൽ സ്കിന്നർ ഒരു പ്രാവിനെ കൊണ്ടുവന്ന് അങ്ങോട്ട് എഴുതിപ്പിച്ചു. എങ്ങനെയാണെന്നറിയോ, ഒരു അരിമണി എടുത്ത് അതിനിട്ട് കൊടുക്കുകയാണ്. പ്രാവ് ചരിക്കുമ്പോൾ ആ അരിമണി മാറ്റും, അരിമണി കൊടുക്കില്ല. പക്ഷെ ഹംഗ്രി ആയിട്ട്, അതായത് വിശക്കുന്ന ഒരു പ്രാവിനെ കൊണ്ടുവന്നിട്ട് 8 എന്ന ആകൃതിയിൽ അരിമണി ഇട്ട് കൊടുക്കുകയും ആ ആകൃതിയിൽ അരിമണി ഇങ്ങനെ തിന്നുമ്പോൾ 8 എന്ന ആകൃതിയിൽ ഈ പ്രാവ് നടക്കുകയും ചെയ്യും. അപ്പൊ 8 എന്ന ആകൃതിയിൽ അരിമണി ഇട്ടിട്ട് ഇങ്ങനെ നടത്തി. ഇത്രയും പ്രഗത്ഭരായ മനഃശാസ്ത്രജ്ഞന്മാരുടെ മുൻപിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ സ്കിന്നർ. അപ്പോൾ അതിനു വേണ്ടി സ്കിന്നർ ഉപയോഗിച്ചത് ഈ അരിമണി, ഈ ഗ്രെയിൻസ് ആണ്. ഈ അരിമണി ഉപയോഗിച്ച്, ഈ നെന്മണി ഉപയോഗിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. പക്ഷെ പ്രാവ് വേറെ എവിടേക്കെങ്കിലും തിരിഞ്ഞാൽ ഇത് കൊടുക്കില്ല. കൃത്യം 8 എന്ന ആകൃതിയിൽ ഇട്ടിട്ട് അത് ചെയ്തു. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ കൊടുക്കുന്ന ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത് അരിമണിയാണ്. 8 എന്ന ആകൃതിയിൽ നടന്നതാണ് അവിടെ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സ്കിന്നർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ ഇതാണ് ബിഹേവിയറിസത്തിന്റെ വളരെ ബേസ് ആയിട്ട് കിടക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ ബിഹേവിയറിസത്തില് നമ്മുടെ ക്ലാസ് റൂമുകൾക്കൊക്കെ വളരെ സ്വാധീനമുണ്ട് ഇപ്പോഴും. അതുകൊണ്ട് ബിഹേവിയറിസം ഇപ്പോൾ ഉപയോഗിക്കാറില്ലെങ്കിലും ഇതിപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, കാരണം കുറച്ചുകൂടി എളുപ്പമാണിത്. പിന്നെ ബിഹേവിയറൽ തെറാപ്പി, കൗൺസിലിംഗ്, അതുപോലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഈ ബിഹേവിയറിസത്തിന് ചുവട് പിടിച്ചിട്ടാണ് വന്നത്. എന്തായാലും തോണ്ടൈക്ക്, സ്കിന്നർ, പാവ്ലോവ് ഇവരൊക്കെ ബിഹേവിയറിസ്റ്റുകളാണ്. ടോൾമാൻ, ഹൾ എന്നൊക്കെ പറയും ആൾക്കാരൊക്കെയും ഈ ബിഹേവിയറിസ്റ്റുകളാണ്. അപ്പൊ അവർ പറയുന്നത് ലേണിംഗ് ഈസ് ദ മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസ്. അനുഭവങ്ങളിലൂടെയുള്ള പെരുമാറ്റത്തിന്റെ മാറ്റങ്ങൾ എന്ന മോഡിഫിക്കേഷൻ എന്ന് പറയാം. ആ മോഡിഫിക്കേഷനാണ് ലേണിംഗ് എന്നാണ് അവർ പറയുന്നത്. പഠനം എന്ന് പറയുന്നത് പെരുമാറ്റത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ്, അത് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസ് റൂമിൽ കൊടുക്കുന്നതൊക്കെയും എക്സ്പീരിയൻസുകളാണ്. എന്തിനു വേണ്ടിയിട്ട്? മോഡിഫിക്കേഷൻ. എന്തിന്റെ മോഡിഫിക്കേഷൻ? ബിഹേവിയറിന്റെ, പെരുമാറ്റത്തിന്റെ ഈ മോഡിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. എന്തിനാ പെരുമാറ്റത്തിന്റെ ഇതൊക്കെ കിട്ടിയാൽ എന്താ? അതാണ് ലേണിംഗ് എന്നാണ് പറയുന്നത്. കുട്ടി കണക്ക് ചെയ്യണ്ടോ? സയൻസ് പഠിക്കുന്നുണ്ടോ?
ഇതൊക്കെ ഈ പഠനം മൊത്തമായി നടക്കുന്നത് നമ്മൾ അധ്യാപകര് അവർക്ക് കൊടുക്കുന്ന എക്സ്പീരിയൻസിലൂടെ അവരുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നതാണ് എന്ന് പറയുന്നത്. ആളുകളുടെ വ്യക്തിത്വം ഷേപ്പ് ചെയ്യാൻ വേണ്ടി, രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റിമുലസിന് വലിയ പങ്കുണ്ട് എന്ന് ബിഹേവിയറിസ്റ്റുകൾ വിശ്വസിച്ചു. അപ്പൊ അതിന്റെ പ്രതികരണമാണ് സത്യത്തിൽ ഈ ബിഹേവിയർ. ആ ബിഹേവിയർ കിട്ടുന്നത് എങ്ങനെയാണ്? ഇന്ററാക്ഷൻ വിത്ത് എൻവയോൺമെന്റ്, അതായത് പരിസരവുമായുള്ള ബന്ധം. ഈ പരിസരം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പീരിയൻസസ്. ഇതാണ് ക്ലാസ് റൂമിൽ നമ്മൾ കൊടുക്കുന്ന ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മൾ കൊടുക്കുന്ന സ്റ്റിമുലസുകൾ ഇതാണ്. ചോദകങ്ങൾ ഈ ക്ലാസ് റൂമിൽ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ചോദകങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു, കുട്ടിയുടെ ബിഹേവിയറിൽ മാറ്റങ്ങൾ വരുന്നു. കുട്ടി ബിഹേവിയർ മോശമായി, ഇപ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മുടെ ക്ലാസ് റൂമിൽ കുട്ടികളെല്ലാം ബെഞ്ചിലിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കണം. ഈ ബെഞ്ചിലൊക്കെ ഇരുന്ന് അച്ചടക്കത്തോടെ മിണ്ടാതിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ കുട്ടി ഇരിക്കുകയോ ഇരിക്കില്ലേ, കുട്ടിക്ക് ഇരിക്കാനുള്ള ഒരു മനസ്സില്ല, ഉറപ്പല്ലേ, അവരുടെ പ്രായം. പക്ഷെ നമ്മുടെ ആവശ്യമാണ് കുട്ടിയുടെ ബിഹേവിയർ മോഡിഫൈ ചെയ്യണം, കുട്ടിയിൽ ലേണിംഗ് നടക്കണം. കുട്ടി ഇരുന്നാൽ മാത്രമാണ് ലേണിംഗ് നടക്കൂ. ഇരുത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റിമുലസുകളാണ്. കുട്ടിയിൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒക്കെയും ഈ ലേണിംഗ് എക്സ്പീരിയൻസുകളാണ്. അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് JB വാട്സൺ പറഞ്ഞത് എന്തും ആക്കാൻ പറ്റുന്നു. അപ്പൊ ക്ലാസ് റൂമുകളിലാണ് അധ്യാപകര് ഇങ്ങനെ കുട്ടികളുടെ ബിഹേവിയർ മാറ്റുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ SR ലേണിംഗ് അല്ലെങ്കിൽ ചോദക പ്രതികരണ പഠനം എന്നൊക്കെ പറയുന്നതും ഈ ബിഹേവിയറിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങളാണ്. ഓപ്പറന്റ് തിയറി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ സ്കിന്നർ പഠിച്ചപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ കണക്ഷനിസം എന്ന് തോണ്ടേക്ക് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതുപോലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവിന്റെ ഉണ്ട്. നമുക്ക് അതിലൂടെയൊക്കെ ഒന്ന് ഓടിച്ചു പോവാം. അങ്ങനെയൊക്കെയാണ്. ഈ സ്കിന്നർ പീജിയനിൽ മാത്രമൊന്നല്ല കേട്ടോ, പൂച്ചയിലൊക്കെ നടത്തിയിട്ടുണ്ട്. പൂച്ചയിലും എലിയിലൊക്കെ സ്കിന്നർ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോ നമുക്ക് അതുപോലെ കൊഗ്നിറ്റിവിസം വന്നു ബിഹേവിയറിസത്തിന് ശേഷം. പിന്നീട് കൺസ്ട്രക്റ്റിവിസം വന്നു, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഉണ്ടായി, ജസ്റ്റാൾട്ട് സൈക്കോളജി ഉണ്ടായി, സൈക്കോ അനാലിസിസ് ഉണ്ടായി, ഹ്യൂമനിസ്റ്റിക് തിയറികൾ ഉണ്ടായി, സോഷ്യൽ തിയറികൾ ഉണ്ടായി. ഇതൊക്കെ നമ്മൾ കടന്നു പോവേണ്ട ഒരു ഏരിയയാണ്. സംശയം ഉണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും? സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി ആരാണ് ഫൗണ്ടർ എന്ന് ചോദിച്ചാൽ ആരുടെ പേര് എഴുതും? സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടോ? അങ്ങനെ കണ്ടു. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടാവും, ബിഹേവിയറിസത്തിൽ ആരെങ്കിലും ചോദിച്ചു കൊടുത്തിട്ടുണ്ടാവും. അല്ല, സ്കിന്നറും ഉണ്ടായിരുന്നു ഇതില്, പിന്നെ ഇവര് JB വാട്സൺ ഉണ്ടായിരുന്നു, തോണ്ടേക്കും ഉണ്ടായിരുന്നു. തോണ്ടേക്കും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊന്ന് കടന്നു പോകുമ്പോ പറയാം. അപ്പൊ ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്ക് ഇത് കൂടെ പറയാം കേട്ടോ. കാരണം SR ലേണിംഗ് ഒക്കെ അത് സാധാരണ ചോദിക്കാറുണ്ട്. ഞാനൊന്ന് ഇത് കൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് പറയാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഉണ്ട്, ഒക്കെ ഉണ്ട്. നമുക്കൊന്ന് കടന്നു പോകുമ്പോൾ പറയാം. ഓക്കെ. അപ്പോ ഇനി ഒരു കൺഫ്യൂഷൻ വരണ്ട. അപ്പൊ ഞാൻ തിയറി നമുക്ക് നോക്കാം. ഈ SR തിയറി, അതായത് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറി, സത്യത്തിൽ EL തോണ്ടേക്കിന്റെയാണ്. തോണ്ടേക്കാണ് ഇത് പറഞ്ഞത്. ഓക്കെ, കിട്ടിയോ? അതായത് തോണ്ടേക്ക് എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് വെച്ചാൽ, സ്റ്റിമുലസ് റെസ്പോൺസ് ബോണ്ട് അല്ലെങ്കിൽ കണക്ഷനിസം എന്ന് പറയുന്ന ഒരു തിയറി കൊണ്ടുവന്നത് നമ്മുടെ തോണ്ടേക്കാണ്. ഒരു സെക്കൻഡ്. നോക്കിക്കോളൂ. ഈ തോണ്ടൈക്കിന്റെ തിയറി എഡ്വാർഡ് എൽ തോണ്ടൈക്കാണ് ഹംഗ്രി കാറ്റിന്, അതായത് അദ്ദേഹം ചെയ്തൊരു പരീക്ഷണം ഞാൻ പെട്ടെന്ന് പറയാം. വളരെ വിശക്കുന്ന ഒരു പൂച്ചയെ അദ്ദേഹം ഒരു കൂട്ടിലിട്ടിട്ട് വിശക്കുന്ന പൂച്ചയാണ് ഇട്ടത്. ഒരു മത്സ്യത്തിനെ കൂടിന്റെ പുറത്ത് വെച്ചു. പുറത്തെന്ന് പറഞ്ഞാൽ ഒരു ലാച്ച് മീൻസ് ഒരു താഴ്, ആ കൂട്ടിനുള്ളിൽ ഒരു താഴുണ്ടായിരുന്നു.
പതുക്കെ ഈ പിന്നെ വിശന്ന പൂച്ച എന്താന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും കൂട്ടിനുള്ളിൽ ഇങ്ങനെ വല്ലാതെ കിടന്ന് ഓടി നടക്കും. ഓടി നടന്ന് അങ്ങനെ പെട്ടെന്ന് പൂച്ചയുടെ കാല് ഈ താഴില് തട്ടിയതും ഈ ഫുഡ് ഈ പൂച്ചയ്ക്ക് കിട്ടി. പെട്ടെന്ന് ഭക്ഷണം കുറച്ച് കിട്ടുകയാണ്, ഈ ഫിഷിനെ കിട്ടിയപ്പോ പൂച്ച അത് കഴിച്ചു, അങ്ങനെ സന്തോഷമായി. വീണ്ടും വിശക്കാൻ തുടങ്ങി, ഓടാൻ തുടങ്ങി പൂച്ച കൂടിനുള്ളിലൂടെ. അങ്ങനെ നടന്ന് പിന്നെ ഈ ലാച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആവും, ഫിഷിനെ കിട്ടും. ഇങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ പിന്നെ പൂച്ചയ്ക്ക് വിശക്കുമ്പോൾ സ്വാഭാവികമായും പൂച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. വേഗം പോയി ആ ലാച്ചിൽ അങ്ങോട്ട് ചവിട്ടിയാൽ പൂച്ചയ്ക്ക് ഭക്ഷണം കിട്ടും. അതായത് പൂച്ച അതുവരെ ചെയ്തത് അറിയാതെ ചെയ്തു, പിന്നെ കുറച്ചും കൂടി ശ്രമിച്ചിട്ട് ചെയ്തു, പിന്നെ പെട്ടെന്ന് ചെയ്തു. അതായത് ഈ പൂച്ച ചെയ്ത അറ്റംപ്റ്റ്സ് കുറഞ്ഞു. അതായത് പൂച്ചയുടെ ശ്രമങ്ങളിൽ കുറഞ്ഞു. അവിടെ ലേണിംഗ് ഉണ്ടായി എന്നാണ് പറയുന്നത്. അവിടെ പഠനം നടന്നു. എത്ര സ്പീഡിലാണ് പറയുന്നത്. നമ്മൾ ക്ലാസ് റൂമിലെ പുതിയ ഫാനും സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ, നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ്സിൽ ചെന്നാൽ എല്ലാ സ്വിച്ചുകളും ഒന്ന് ഇട്ടിട്ട് ആ ഫാനിലേക്ക് നോക്കും കറങ്ങുന്നുണ്ടോ എന്നുള്ളത്. പക്ഷെ പിന്നെ നമുക്കൊരു 2-3 ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം സ്വിച്ച് ഏതാണെന്ന്. നമ്മൾ ഓടിച്ചെന്ന് എന്ത് ചെയ്യും, ആ കൃത്യമായ സ്വിച്ച് തന്നെ ഓൺ ചെയ്യും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? നമ്മുടെ ബിഹേവിയർ എങ്ങനെ മോഡിഫൈ ചെയ്തത്? കുറെ തവണ തെറ്റ് വരുത്തിയിട്ടും പിന്നെ ശരിയാക്കിയിട്ടുമാണ്. ഇതിനെ പറഞ്ഞത് തോണ്ടേക്ക് ട്രയൽ ആൻഡ് എറർ തിയറി എന്നാണ്. ട്രയൽ ആൻഡ് എറർ തിയറി എന്ന് പറഞ്ഞു. ഈ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ തോണ്ടേക്ക് പറഞ്ഞു, അതായത് തോണ്ടേക്ക് ഇതിൽ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. ഒരു 3 നിയമം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 3 laws: ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്. ഇങ്ങനെ 3 എണ്ണം പറഞ്ഞു. അതായത് ആദ്യത്തെ ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞ സന്നദ്ധതാ നിയമം. ലോ ഓഫ് എക്സസൈസ് അതായത് അതിനെന്താ പറയുക, ആർക്കെങ്കിലും അറിയോ അതിന്റെ ഒരു മലയാളം ടേം? ലോ ഓഫ് എക്സസൈസ് അഭ്യാസ നിയമം. അഭ്യാസ നിയമം. ഓക്കെ, അഭ്യാസ നിയമം. പിന്നെ അതുപോലെ ലോ ഓഫ് ഇഫക്റ്റ്, ഫല നിയമം എന്നും പറയും. അപ്പൊ അഭ്യാസ നിയമവും ഫല നിയമം. ഇതില് ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്, കുട്ടി അതിനൊരു തിയറി ഒക്കെ ഉണ്ട് കേട്ടോ. വെൻ ദ കണ്ടക്ഷൻ യൂണിറ്റ് ഈസ് റെഡി ടു കണ്ടക്ട് ടു ഡൂ സോ ഈസ് സാറ്റിസ്ഫൈങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊക്കെ പഠിച്ച ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എന്റെ ചുരുക്കം പറയാം, തിയറി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയി പറയണില്ല. ഇതില് കുട്ടി പഠിക്കാൻ തയ്യാറാണെങ്കിൽ അവിടെ പഠനം നടക്കും. കുട്ടി പഠിക്കാൻ തയ്യാറാവാതെ നമ്മൾ പോയി പഠിപ്പിക്കാൻ പോയാൽ കുട്ടി ഒരിക്കലും പഠിക്കില്ല എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് PT പീരീഡ് കുട്ടികൾ കളിക്കാൻ റെഡി ആയി നിൽക്കുമ്പോൾ ഞാൻ മാത്സ് എടുക്കാന്ന് പറഞ്ഞ് ചെന്നാൽ ടീച്ചർ ഒരിക്കലും കുട്ടികളെ സമ്മതിക്കുമോ? അപ്പൊ അവരെടുക്കണ ആ മാത്സില്ല, കണക്കൊന്നും അവർ ചെയ്യൂല. ഇംഗ്ലീഷ് പോയി എടുക്കുമ്പോൾ അവർ വേറെ എവിടെയും നോക്കിയിരിക്കും. അവരാകെ അസ്വസ്ഥരായിരിക്കും. അത്തരം ഒരു സാറ്റിസ്ഫൈ ചെയ്യാത്ത, തൃപ്തമല്ലാത്ത ഒരു സമയത്ത് അവർ പഠിക്കില്ല എന്നാണ് പറയുന്നത്. അതായത് അവർ സന്നദ്ധരല്ലാത്ത സമയത്ത് പഠിപ്പിക്കുന്നു. അപ്പൊ ആ സന്നദ്ധതയെ പറ്റി പറഞ്ഞ ലോ ആണ് തോണ്ടേക്ക് പറഞ്ഞ ഈ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്നത്. ഇനി ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എക്സസൈസ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് 2 ലോ ഉണ്ട്. ഇതില് ലോ ഓഫ് യൂസും ഉണ്ട്, ലോ ഓഫ് ഡിസ്യൂസും ഉണ്ട്. ഇതിൽ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ SR, അതായത് ചോദക പ്രതിരോധ SR ബോണ്ടിങ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് സ്ട്രെങ്തൻ ചെയ്യും എന്നാണ് പറയുന്നത്. സ്ട്രെങ്തൻ ചെയ്യും. അവിടെ ആ ബോണ്ട് തിയറിയാണ് കേട്ടോ. അത് ബോണ്ട് തിയറിയാണ്. എസും ആറും തമ്മിലുള്ള ബോണ്ടിങ് ആണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായി വ്യായാമം ചെയ്യുക. ഇത് ചെയ്താൽ ഈ ബോണ്ട് സ്ട്രെങ്തൻ ചെയ്യും. ചെയ്തില്ലെങ്കിൽ ബോണ്ട് ആകെ പ്രശ്നത്തിലാവും എന്നാണ് പറയുന്നത്. ആ ബോണ്ട് വീക്കനാവും. അപ്പൊ പഠിക്കാൻ പറ്റില്ല എന്നർത്ഥം. അതായത് ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഗുണനപ്പട്ടിക പഠിച്ചിട്ട് അവിടെ വെച്ചു. പിന്നെ നമ്മൾ ഒരു 2 കൊല്ലം അല്ലെങ്കിൽ ഒരു 6 മാസം വേണ്ട, ഒരു 2 മാസം തന്നെ നമ്മൾ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല, നമ്മളല്ല കുട്ടികൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും അതവിടെ ശരിക്കും ചൊല്ലാൻ പറ്റില്ല. കുട്ടികൾക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റില്ല. പലയിടത്തും പല ഇതിലും കാണുന്ന ഒരു കാഴ്ചയാണ് അത്. അപ്പൊ അതിനൊരു കാരണം ഈ ലോ ഓഫ് എക്സസൈസ് ആണ്, അതിന്റെ ആപ്ലിക്കേഷൻ ആണത്. ഇനി ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്, ഫലനിയമം എന്ന് പറഞ്ഞാൽ
ശരിക്ക് പറഞ്ഞാൽ അത് അതായത് നമ്മള് ഒരു എന്താ പറയാ ഒരു SR ബോണ്ടിൽ കൂടെ നമ്മൾ ഒരു പ്രത്യേക കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റുകൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ അതിനെ കൊടുക്കുന്ന അതിനെ ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെപ്പോഴും നല്ല ഇഫക്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ആ ഒരു മോഡിഫയബിൾ കണക്ഷൻ ശരിക്കും പറഞ്ഞാൽ നന്നായി നടക്കുന്ന ഒന്നാണ് ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 നിയമങ്ങളും എപ്പോഴും ചോദിക്കാറുണ്ട്. ലോ ഓഫ് റെഡിനെസ് ആരുടെയാണ്, എക്സസൈസ് അല്ലെങ്കിൽ ഫല നിയമവും അതുപോലെ അഭ്യാസ നിയമവും ഒക്കെ ആരുടെയെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. തോണ്ടൈക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ് ഇത്. ട്രയൽ ആൻഡ് എറർ അതിനെന്താണ് ഒന്ന് പറഞ്ഞോളൂ, അതിന്റെ മലയാളം. ട്രയൽ ആൻഡ് എറർ തിയറി, ശ്രമപരാജയ സിദ്ധാന്തം. ശ്രമപരാജയം. അപ്പൊ ഇതുപോലെ ഈ പൂച്ച കുറെ സമയം ഈ ഫിഷിനെ എടുക്കാൻ വേണ്ടി ഈ ലാച്ച് അറിയാതെ വന്ന് ചവിട്ടിയിട്ടും അങ്ങനെയൊക്കെ കുറെ തവണ അവർക്ക് എറർ വന്നു. പക്ഷെ കുറെ തവണയുള്ള എററിൽ നിന്നും പൂച്ച ഒരു ചെറിയ കാര്യം പഠിച്ചെടുത്തു. ഈ ലാച്ച് തൊട്ട് കഴിഞ്ഞാൽ, ഇത് തട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കിട്ടുന്നു. അവിടെ ഒരു സ്റ്റിമുലസും ഒരു റെസ്പോൺസും കൂടിയുള്ള ഒരു കണക്ഷൻ ഉണ്ടായി കഴിഞ്ഞു. ഒരു ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു ബിഹേവിയറൽ മോഡിഫിക്കേഷൻ, ഒരു പെരുമാറ്റത്തിലെ ഒരു മോഡിഫിക്കേഷൻ അവിടെ ഉണ്ടായി എന്നർത്ഥം. ദിസ് ഈസ് ട്രയൽ ആൻഡ് എറർ തിയറി. ഇനി ഇത് മറക്കാൻ സാധ്യത ഉണ്ടോ? ഓക്കെ, അടുത്തത് ഇനി വരുന്നത് അപ്പോ SR തിയറി പഠിഞ്ഞു, കണക്ഷനിസം. ഈ കണക്ഷനിസം അതുപോലെ റെസ്പോൺസ് ബോണ്ട് എന്നൊക്കെ പറയുന്നത് ഒക്കെ ഈ നമ്മുടെ ഈ തിയറിയിൽ പെടുന്ന ഒന്നാണ്. ഒക്കെ ബിഹേവിയറിസത്തിൽ വരുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ സ്കിന്നറാണ്. സ്കിന്നർ ഒരു എലിയിൽ നടത്തിയ ഒരു പരീക്ഷണമാണ്. സ്കിന്നർ, BF സ്കിന്നർ. സ്കിന്നർ ഒരു എലിയെ ഒരു കൂട്ടിലിട്ടിട്ട് അതിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഇതുപോലുള്ള ഒരു പരീക്ഷണം തന്നെയാണ് എലിയിലും നടത്തിയത്. എലിക്കും ഇതുപോലെ കിട്ടി. ഇവിടെ ഈ എലിക്കും ഭക്ഷണം എടുത്തു മാറ്റുന്നത് ഇവിടെ ട്രയലും എന്താ പറയാ, സോറി ട്ടോ, ഓക്കെ, ചെറിയൊരു ചുമ. ഈ തിയറി വിശദീകരിച്ച് പറയണോ? എന്താ വേണ്ടത്? കാരണം നമുക്ക് മുഴുവൻ കവർ ചെയ്യാൻ സമയം കിട്ടുമോ? സംശയം 7:45. ഇവിടെ സ്കിന്നർ ഉപയോഗിച്ചത് ഒരു സ്കിന്നർ ബോക്സ് ആണ്. സ്കിന്നറിയൻ ബോക്സ് അല്ലെങ്കിൽ സ്കിന്നർ ബോക്സ് എന്ന് പറയുന്ന ഒരു ബോക്സ് ഉപയോഗിച്ചാണ് ഇവിടെ ഒരു റാറ്റിനെയാണ് ഉപയോഗിച്ചത്. അപ്പൊ ഈ റാറ്റിനെ ഉപയോഗിച്ചപ്പോ പിന്നെ എന്താ പറയാ, ഇവിടെയും ആക്സിഡന്റലി ഒരു ഈ ഫുഡ് പെല്ലറ്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടുന്ന ഒരു സമയം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിയറികൾ അറിയുന്ന ഒരു കാര്യമായിരിക്കും. ഇവിടെ സ്കിന്നർ ഉപയോഗിച്ചൊരു വേർഡ് ഉണ്ട്, ഓപ്പറന്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ആ വേർഡ് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഓപ്പറന്റ് തിയറി സ്കിന്നറുടെ ആണെന്നുള്ളത്. ഇവിടെ സ്കിന്നർ ഈ ഫുഡ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു റീഇൻഫോഴ്സ്മെന്റ് എന്നുള്ള വാക്കൊക്കെ അതിൽ പ്രത്യേകമായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം പ്രത്യേകമായിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക്. അതായത് സ്കിന്നർ ചെയ്തിട്ടുള്ള ഈ റീഇൻഫോഴ്സ്മെന്റ്, ഇപ്പൊ 8 എന്ന ആകൃതിയിൽ ഈ പ്രാവിനെ എന്താ പറയാ 8 എന്ന ആകൃതിയിൽ നടത്തിച്ച സമയത്തൊക്കെ സ്കിന്നറിന് അത് ഏറ്റവും ഒരു പ്രതികരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സാധനം ഉപയോഗിച്ചല്ലോ, ഈ ചോദകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാം, റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പോ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കൊടുക്കുകയാണെങ്കിൽ ആ റെസ്പോൺസ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ കൊടുക്കുന്ന ഒന്നാണ് ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതിനെന്താ ധനപ്രബലനം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ധനപ്രബലനം എന്നാണ് പറയുക. ഇപ്പൊ ഉദാഹരണത്തിന്
നമ്മളൊരു കമ്പനിയിലൊക്കെ ആണെങ്കിൽ തൊഴിലാളികൾക്ക് നല്ല ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നല്ല പ്രൊഡക്റ്റ് ഔട്ട്പുട്ട് ഉണ്ടാവാൻ വേണ്ടി നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഈ ആനുകൂല്യങ്ങളെ നമുക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് വിളിക്കാം. എന്നാൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യവും ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റും ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു സ്റ്റിമുലസ് അഥവാ ഒരു ചോദകം എന്ന് പറയുന്നത് നമ്മൾ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു ചോദകം എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, അതാണ് നെഗറ്റീവ് അല്ലെങ്കിൽ എന്താ പറയുക ഋണപ്രബലനം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ ക്ലാസ് റൂമിലാണെങ്കിൽ നമ്മൾ പറയുകയാണ് ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കേട്ടോ. അത് എന്താന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ നല്ല മാർക്ക് വന്നാൽ, അല്ല ഞാൻ ഹോംവർക്ക് തരുന്നുണ്ട്, ഈ ഹോംവർക്ക് ചെയ്ത് വന്ന ആൾക്കാരെ ഞാൻ കോപ്പി എഴുത്തുന്ന ഒഴിവാക്കാം എന്ന് പറയുകയാണെന്ന് വിചാരിച്ചോളൂ. അത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റാ. അതായത് നമ്മൾ സ്ഥിരമായി എഴുതിച്ചിരുന്ന കോപ്പി എഴുത്ത് എന്ന ഒരു സ്റ്റിമുലസിനെ നമ്മൾ അവിടുന്ന് റിമൂവ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? ബിഹേവിയർ മോഡിഫൈ ചെയ്യാൻ വേണ്ടി. അതായത് ആ പെരുമാറ്റം കൂടുതൽ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒന്നാണ്. ഇത് രണ്ടും ഒരു അസ്വാരസ്യം ഉണ്ടാക്കുന്ന ഒന്നല്ല. ഈ രണ്ട് റീഇൻഫോഴ്സ്മെന്റുകളും ശ്രദ്ധിക്കണം. ആദ്യത്തെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞത് റിവാർഡല്ല, സമ്മാനമല്ല എന്ന് എല്ലാവരും അറിയണേ. സമ്മാനമല്ല, നമ്മൾ ഒരു പ്രത്യേകമായ സ്റ്റിമുലസ് അവിടെ കൊടുക്കുകയാണ് എന്തിനു വേണ്ടി? ഉണ്ടാവാൻ വേണ്ടിയിട്ട്. എന്നാൽ ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അഥവാ ഋണപ്രബലനം എന്ന് പറയുന്നത് നമ്മൾ അതുവരെ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റിമുലസ് അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. രണ്ടും ബിഹേവിയറൽ മോഡിഫിക്കേഷന് വേണ്ടിയാണ്. അപ്പോ പൊതുവെ എല്ലാവരും ചോദിക്കുക, എന്താണ് പണിഷ്മെന്റ് ഇതാണോ റിവാർഡ് ഇതാണോ എന്ന് ചോദിക്കും. സമ്മാനം കൊടുക്കുന്ന അത് രണ്ടും പോസിറ്റീവോ നെഗറ്റീവോ റീഇൻഫോഴ്സ്മെന്റുകളല്ല. അപ്പൊ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അത് നമ്മളൊരു സ്റ്റിമുലസ് കൊടുക്കുകയാണ്. ആ സ്റ്റിമുലസിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, അത് ഒട്ടും ഡിസയറബിൾ അല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയാ പ്ലസന്റ് അല്ലാത്ത, അതായത് സന്തോഷകരമല്ലാത്ത ഒരു സ്റ്റിമുലസ് കൊടുത്തിട്ട് ഒരു റെസ്പോൺസിനെ ഇല്ലാതെയാക്കുക, അല്ലെങ്കിൽ എന്താ പറയാ അതുവരെ ഉണ്ടായിരുന്ന ഒരു റെസ്പോൺസിനെ ഇല്ലാതെയാക്കുക. നല്ല വികൃതി കാണിക്കുന്ന ഒരു കുട്ടി, ടീച്ചർ വന്ന് പേടിച്ച് ഒരു 2 അടി കൊടുക്കുകയാണ്. അടിയെ പേടിച്ച് പിന്നെ കുട്ടി ആ വികൃതി എന്ന് പറഞ്ഞ കാര്യം കുട്ടി ചെയ്യുന്നില്ല. അത് പണിഷ്മെന്റ് ആണ്. അതിൽ റീഇൻഫോഴ്സ്മെന്റ് ഇല്ല, മറക്കരുത്. ഇത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ 1 വേർഡ് ഒക്കെ എല്ലാവർക്കും കിട്ടുന്ന ഉത്തരമാണ്. ആ തിയറി ഏതാ, ഈ തിയറി ആരുടെയാണ് എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും കിട്ടുന്ന. പക്ഷെ ഈ സംഭവം കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒട്ടും സുഖകരമല്ലാത്ത ഒരു സ്റ്റിമുലസ് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? അതുവരെ ഉണ്ടായിരുന്ന റെസ്പോൺസ് റിമൂവ് ചെയ്യാൻ വേണ്ടി, മാറ്റാൻ വേണ്ടി കൊടുക്കുന്നതാണ്. മറക്കരുത്. അതാണ് പണിഷ്മെന്റ്. മനസ്സിലായോ? ഇനിയിപ്പോ ക്ലാസ് റൂമിൽ നമ്മൾ ഇപ്പൊ എന്താ പറയാ വർത്തമാനം പറയുകയാണ്, അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്തിട്ടില്ല, നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിന് ഒരു ഉദാഹരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ അതുവരെ കുട്ടിയെ നന്നായി കെയർ ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ആ കുട്ടിയെ കെയറിൽ നിന്ന് ഒഴിവാക്കണം, നമ്മൾ അധികം കെയർ ചെയ്യാതെ പോണത്. ശരിക്ക് പറഞ്ഞാല് അത് നമ്മൾ ഒരു പ്രത്യേകമായ ഒരു സ്റ്റിമുലസ് കൊടുക്കുക അല്ല. ഒരു എന്താ പറയാ ഒരു സ്റ്റിമുലസ് ഒരു നെഗറ്റീവ് റിസൾട്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം അവിടെ സംഭവിക്കുന്നില്ല. ആ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ബിഹേവിയർ പതുക്കെ കുട്ടി ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ അവിടെ നമ്മളായിട്ട് ഒരു അൺപ്ലസന്റ് സ്റ്റിമുലസ് ഒന്നും നമ്മളവിടെ കൊടുക്കണില്ല. മനസ്സിലായോ? അപ്പോൾ ആ കെയർ എന്ന് പറഞ്ഞ സ്റ്റിമുലസിനെ പതുക്കെ റിമൂവ് ചെയ്യണേ ഉള്ളൂ. അത് ഒരു നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പോൾ റീഇൻഫോഴ്സ്മെന്റുകൾ അഥവാ പ്രബലനവും അതുപോലെ പണിഷ്മെന്റും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. പിന്നെ എന്താ പറയാ, ഓക്കെ. ഇപ്പൊ ക്ലാസ് റൂമിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ റീഇൻഫോഴ്സ്മെന്റുകൾ, ചിലപ്പോൾ ചെയ്യുന്ന കുറെ റീഇൻഫോഴ്സ്മെന്റുകൾ ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഇത്.
ഇനി ഈ സ്കിന്നറാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷന്റെ ഒക്കെ ആള്. നിങ്ങൾക്ക് അറിയാലോ, ലീനിയർ പ്രോഗ്രാമിംഗ് എന്നുള്ളത് അറിയാലോ. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷന്റെ ആളാണ് സ്കിന്നർ. സ്കിന്നറിയൻ പ്രോഗ്രാം അഥവാ ലീനിയർ പ്രോഗ്രാമിംഗ്. അതിനെ എന്താ അതിനൊരു മലയാളം പേര് ആർക്കെങ്കിലും അറിയോ? ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് നോർമൻ എ ക്രൗഡർ ആണ് ക്രൗഡേറിയൻ പ്രോഗ്രാം. മാത്സിലും എല്ലാ വിഷയത്തിലും ഇത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. അതിൽ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് സ്കിന്നർ ചെയ്തതാണ്, സ്കിന്നർ ആവിഷ്കരിച്ച തിയറിയാണ്. പിന്നെ അതുപോലെ തന്നെ നോർമൻ എ ക്രൗഡർ എന്ന് പറഞ്ഞ ആളാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ളത്. ഈ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മൾ ഫ്ലോ ചാർട്ട് അല്ല, പക്ഷെ എന്നാലും ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നു, അതിന്റെ ആൻസർ അതിൽ നിന്ന് വേറൊരു ആൻസറിലേക്ക് എത്തുന്നു, പിന്നെ വീണ്ടും വേറൊരു ആൻസറിലേക്ക്, അങ്ങനെ കണ്ടിന്യൂസ് ആയി സീക്വൻഷ്യലി ഇങ്ങനെ പോണ ഒരു പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുള്ള സാധനങ്ങളാണ് ഈ ലീനിയർ പ്രോഗ്രാമിംഗ്. സ്കിന്നർ ചെയ്തതാണത്. നിങ്ങൾ ഓർത്താ മതി, സ്കിന്നറിന്റെ പ്രാവിനെ കൊണ്ട് 8 എന്ന് വരപ്പിച്ച സംഭവം ഓർത്താ മതി നിങ്ങൾ. അപ്പൊ 8 എന്നുള്ള ഷേപ്പിൽ അതുപോലെ ഇങ്ങനെ പോകുന്നതാണ് ലീനിയർ പ്രോഗ്രാം. പക്ഷെ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നോർമൻ എ ക്രൗഡർ ആവിഷ്കരിച്ചതാണ്. ആ ബ്രാഞ്ച്ഡ് പ്രോഗ്രാം ശാഖ എന്തോ പറഞ്ഞിട്ടാണ് അതിന്റെ പേര്. ഇതിന്റെ മലയാളം പേര് എനിക്ക് അത്രയുണ്ട് ഫെമിലിയർ അല്ല. അപ്പോ നോർമൽ അതിലെങ്ങനെയാന്ന് വെച്ചാൽ റെമഡിയൽ മെഷർ ഒക്കെ ഉണ്ട്. നമ്മൾ ചില ക്വിസിനൊക്കെ കാണാറില്ലേ, ക്വിസ് മാർക്ക് കിട്ടിയാൽ അതിന്റെ മാർക്കും ഗ്രേഡും ഒക്കെ നമുക്ക് കിട്ടും. തെറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വേറൊരു ഇതിലേക്ക് പോവും, എന്നിട്ട് എന്താണ് തെറ്റ് നമ്മളെ കണ്ടെത്തി അത് കറക്റ്റ് ആൻസറും തരും. അപ്പൊ അങ്ങനെയുള്ളതാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. അപ്പോ ഇത് സ്കിന്നർ ആവിഷ്കരിച്ചതാണ്. ഇനിയുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മുടെ ഇവാൻ പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്. ചോദിക്കും. റെസ്പോൺസ് സ്റ്റിമുലസ് തിയറി എന്നതിനെ വിളിക്കോ? ഏതിനെ? തിരിച്ചു പറയുന്ന ക്വസ്റ്റ്യൻ. ഇതേ ക്വസ്റ്റ്യൻ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്, RS തിയറി ഫൗണ്ടഡ് ബൈ. അതെയോ? എനിക്ക് എന്താ പറയുക, ഞാൻ സത്യത്തില് ഇതിങ്ങനെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഞാൻ തോണ്ടേക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അല്ല മാം, SR തിയറി തോണ്ടേക്ക്, RS തിയറിന്ന് BF സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന് പറയോ? എനിക്ക് അത് അത്ര അറിയില്ല, കാരണം ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ മാം. സ്കിന്നർ കേട്ടോ, എനിക്ക് അത്ര അങ്ങോട്ട് എന്താ പറയാ, തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എനിക്ക് എനിക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് ഈ സംഭവം. ഇനി RS തിയറി എന്ന് ഇതിനെ പറയൂന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം. SR തിയറി എന്നാണ് പറയുക. കാരണം S സ്റ്റിമുലസ് ആദ്യവും പിന്നീട് R റെസ്പോൺസ് വരുന്നു. സ്റ്റിമുലസ് കൊടുത്താൽ റെസ്പോൺസ് എന്നുള്ള ഓർഡറിലാണ് എൻ്റെ ഒരു പരിചയം. ഇനി ഈ പറഞ്ഞ മട്ടിൽ അത് വരുന്നുണ്ടോന്ന് എനിക്ക് ഞാൻ ആ ചോദ്യം അത്ര കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഇതിന്റെ കുറെ ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കി. അപ്പൊ ഓക്കെ, യെസ്. ഇനി പാവ്ലോവിന്റെ തിയറി എല്ലാവർക്കും അറിയുന്ന ഒരു തിയറി തന്നെയാണ്. എന്നാലും ഞാൻ വെറുതെ എക്സ്പെരിമെന്റ് ഒന്ന് പറയാം. എക്സ്പെരിമെന്റ് ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് കണ്ടീഷൻ റെസ്പോൺസും ഇതും എക്സ്റ്റൻഷൻ എന്താ ജനറലൈസേഷൻ കുറെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾക്കൊന്ന് മനസ്സിലായിരിക്കും ചിലപ്പോൾ. അതായത് ഇതിലൊരു എല്ലാത്തിലും വിശപ്പ് ഒരു വലിയ വിഷയമാണ് കേട്ടോ. വിശപ്പാണ് എല്ലാത്തിലും. വിശക്കുന്ന നായയും വിശക്കുന്ന പൂച്ച വിശക്കുന്ന എലിയൊക്കെയാണ്, വിശക്കുന്ന പ്രാവിനൊക്കെയാണ് പരീക്ഷണത്തിന് ഉപയോഗിക്കുക. അപ്പോൾ മാത്രമാണ് കൃത്യമായ റെസ്പോൺസ് കിട്ടുള്ളൂ. കാരണം അത് ഒരിക്കലും എന്താ പറയുക, നമുക്ക് നിരസിക്കാൻ പറ്റാത്ത ഒരു ജീവിത ആവശ്യമാണല്ലോ. ഇത് പറയുമ്പോൾ ഞാൻ ഓർത്തത്, മാസ്ലോവിന്റെ തിയറി ആരും മറക്കാതെ പഠിക്കണം. മാസ്ലോവിന്റെ ചിലപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിൽ ഹ്യൂമനിസ്റ്റ് തിയറിയിൽ ഉള്ള പ്രധാനപ്പെട്ട ഒന്നാണ് മാസ്ലോ. ചിലപ്പോൾ നമുക്ക് പറയാൻ നേരം കിട്ടില്ല, അല്ല ഞാൻ വേഗം ഒന്ന് പറയാം. അതിൽ ആദ്യം നമ്മുടെ ഫിസിയോളജിക്കൽ നീഡാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അതായത് എല്ലാ മനുഷ്യനും ആവശ്യങ്ങളുണ്ട്. ആവശ്യങ്ങളുടെ പൂർത്തീകരണമാണ് മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് നീക്കുന്നത് എന്നാണ് മാസ്ലോ പറയുന്നത്, അബ്രഹാം മാസ്ലോ. അപ്പൊ അദ്ദേഹം അതിനുവേണ്ടി പറഞ്ഞ ഒരു തിയറിയിലാണ് ഹൈറാർക്കി ഓഫ് നീഡ്സ്, അല്ലെങ്കിൽ ആവശ്യങ്ങളുടെ ഒരു ശ്രേണി എന്നൊക്കെ പറയാം. അപ്പൊ അതിലെ ആദ്യം പറയുന്നത് ഫിസിയോളജിക്കൽ നീഡാണ് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു നീഡ്. അതിനുവേണ്ടി മനുഷ്യൻ ഏത് അറ്റം വരെയും പോകുന്നതാണ് പറയുന്നത്. പക്ഷെ അത് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ പറ്റൂ. ഇപ്പൊ ഭക്ഷണം, വെള്ളം, വായു, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. ഭക്ഷണം, വെള്ളം, വായു, അതുപോലെ സെക്സ്, ഇതൊക്കെ ബേസിക് നീഡാണ്, ഫിസിയോളജിക്കൽ നീഡാണ്. അങ്ങനെയാണ് ഏറ്റവും അവസാനം സെൽഫ് ആക്ച്വലൈസേഷൻ അഥവാ ആത്മസാക്ഷാത്കാരത്തിൽ എത്തുന്നത് എന്നുള്ളത് മാസ്ലോ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും ചോദിക്കാറുണ്ട്. അതിലെ 1, 2, 3, 4, 5 സ്റ്റേജുകൾ ഉണ്ട്. അതിൽ ഈ 5 എണ്ണവും ഓർഡർ തെറ്റിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എപ്പോഴും അത് നോക്കിപ്പോണത് നല്ലതായിരിക്കും. ഇനി അപ്പൊ ഇവാൻ പാവ്ലോവ് പറഞ്ഞ ഈ ഹംഗ്രി ഡോഗിനെ എടുത്തൊരു വലിയ കൂട്ടിലിടുകയാണ്. ഈ ഡോഗിന്റെ കൂട്ടിലിട്ടിട്ട് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഡോഗിന്
ഭക്ഷണം നല്ല വിശപ്പുള്ള ഡോഗാണ്, ഭക്ഷണം മുന്നിലേക്ക് കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും നായ നാവ് നീട്ടുന്നു, ഒരു സലൈവ ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പോ എപ്പോഴൊക്കെ വിശക്കുണ്ടോ അപ്പോഴൊക്കെ ഭക്ഷണം മുന്നിൽ കണ്ടാൽ നായ അപ്പോ സലൈവ അല്ലെങ്കിൽ ഉമിനീര് ഉൽപ്പാദിപ്പിക്കും. അപ്പൊ അവിടെ എല്ലാവരും നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന പോലെ ഒരു എന്താ പറയാ, ഒരു സ്റ്റിമുലസും എന്താ പറയാ ചോദകവും ഒരു പ്രതികരണവും അവിടെ ഉണ്ടായി. അവിടെ ഈ നായയുടെ കൂടിന്റെ അവിടെ പ്രത്യേകമായിട്ട് ഈ ഉമിനീരിന്റെ അളവൊക്കെ മനസ്സിലാക്കാനുള്ള ഉപകരണവും ഒക്കെ, അളവ് എത്ര അളവുണ്ട് ഓരോ സമയത്ത് ഉമിനീര് സ്രവിക്കുന്നു എന്നൊക്കെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അളക്കാനും ഉള്ള ഉപകരണമൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് ചെയ്യുന്നു. അങ്ങനെ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നു, സലൈവ ഉണ്ടാവുന്നു. അപ്പൊ പാവ്ലോ ചെയ്ത ഒരു കാര്യം, ഈ നായയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ ഒരു ബെല്ല് അങ്ങോട്ട് റിങ് ചെയ്തു. ഒരു ബെല്ല്, ഒരു സ്കൂളിലെ ബെല്ല് പോലെ ഒരു ബെല്ല് അതിൻ്റെ ഒപ്പം വെച്ചു. എപ്പോഴൊക്കെയാണോ ഭക്ഷണം കൊടുക്കുന്നത് അപ്പോഴൊക്കെയും ഈ ബെല്ല് ഒപ്പം അടിച്ചു. പക്ഷെ ഈ ആദ്യം അയാൾ വെറുതെ ബെല്ലൊന്ന് കയ്യിൽ വെച്ച് വെറുതെ ബെല്ലൊന്ന് അടിച്ചു നോക്കി. നായയിൽ കൃത്യമായ പ്രതികരണമൊന്നും അത് ഉണ്ടാക്കില്ല. വെറും ബെല്ലാവുമ്പോൾ സലിവേഷൻ ഉണ്ടാവില്ലല്ലോ. പക്ഷെ എപ്പോഴൊക്കെ ഭക്ഷണം കൊടുക്കുന്നു അതിന്റെ കൂടെ ഈ ബെല്ലും വെച്ചു. പിന്നീട് അപ്പൊ ഭക്ഷണം എന്ന സ്റ്റിമുലസിന് സലൈവ എന്ന ഒരു റെസ്പോൺസ് ഉണ്ടാവും. വിശന്ന നായയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഉറപ്പായിട്ടുണ്ട്. എപ്പോഴൊക്കെ ഈ ബെല്ല് ഭക്ഷണം കൊടുക്കുന്നു അപ്പോഴൊക്കെ ബെല്ലും ഒപ്പം വെച്ചു. പക്ഷേ പിന്നീട് ഭക്ഷണം അങ്ങോട്ട് കൊടുക്കാതെ വെറും ബെല്ല് മാത്രം വിശന്ന സമയത്ത് ബെല്ലിന്റെ ശബ്ദം കേൾപ്പിച്ചപ്പോ നായ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി. നായ വായ് തുറന്ന് നാവ് പുറത്തേക്കിട്ട് സലൈവ ഒഴുകാൻ തുടങ്ങി. എന്തായിരിക്കും കാരണം? ഭക്ഷണം കിട്ടും, ഈ ബെല്ലിനെ കൂടെ എനിക്ക് ഭക്ഷണം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ. കാരണം അതുവരെയും ചെയ്തത് ബെല്ലും അതുപോലെ ഭക്ഷണവും ഒരുമിച്ചായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തത്. ഇങ്ങനെ എപ്പോഴൊക്കെയാണോ ഭക്ഷണം കൊടുക്കുന്നത് അപ്പോഴൊക്കെ ഈ ബെല്ലും ഒപ്പം വന്നതുകൊണ്ട് ബെല്ല് മാത്രം അടിക്കുമ്പോഴും നായയിൽ സലൈവ ഉണ്ടാവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഈ ബെല്ലിന്റെ ശബ്ദം എന്നത് ഭക്ഷണത്തിനോടൊപ്പമുള്ള ഒന്നായി നായ കണക്കാക്കാൻ തുടങ്ങി. ഇതിനെയാണ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കണ്ടീഷൻഡ് റെസ്പോൺസും വന്നു, കണ്ടീഷൻഡ് സ്റ്റിമുലസും. കണ്ടീഷൻഡ് സ്റ്റിമുലസ് വന്നത് എങ്ങനെയാണ്? ബെല്ല് മാത്രം. കണ്ടീഷനിങ് ഇല്ലാതെ വന്നത് എങ്ങനെയായിരുന്നു? ആദ്യം ഫുഡ് കൊടുക്കുമ്പോൾ സലൈവ ഉണ്ടാവുന്നു. അത് നോർമൽ ആയിട്ടുള്ള ഒരു പ്രതികരണമാണ്. നോർമലായ പ്രതികരണമായിരുന്നു. ഭക്ഷണം കൊടുക്കുന്നു, സലൈവ ഉണ്ടാവുന്നു. അത് കണ്ടീഷനിങ് ഇല്ലാതെ ഉണ്ടായതായിരുന്നു. പക്ഷെ ബെല്ലും ഫുഡും കൂടി കൊടുത്ത് അവസാനം ബെല്ല് മാത്രം വന്നപ്പോൾ ഉണ്ടായതാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. സലൈവ എന്ന് പറയുന്നത് കണ്ടീഷൻഡ് റെസ്പോൺസുമായിരുന്നു. ഇത്രയും മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ എല്ലാവർക്കും? ഇത് മനസ്സിലാക്കിയാൽ ബാക്കി പറയാം. ഇനി ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഇത് സമയം മാറ്റി കൊടുത്തു. അതായത് ബെല്ലെന്ന് പറയുന്നത് ആദ്യം അടിച്ചു, ഫുഡ് പിന്നീട് കൊടുക്കുക. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഫുഡ് ആദ്യം കൊടുത്തു, ബെല്ല് പിന്നീട്. അപ്പൊ ഈ എപ്പോഴൊക്കെ ബെല്ലടിക്കുന്നുവോ അപ്പോഴൊക്കെയും ഈ കണ്ടീഷനിങ് ഉണ്ടായി. എന്നാൽ കുറേ തവണ ഫുഡ് മാത്രം കൊടുക്കുക, പിന്നെ ബെല്ല് കുറേ സമയം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറയും? ബെല്ലടിക്കാതെ ഭക്ഷണം മാത്രമായിട്ട് കൊടുത്തു. ഭക്ഷണം മാത്രമായി കൊടുത്തപ്പോ പതുക്കെ ആദ്യത്തെ തവണ ബെല്ലടിക്കുന്നതായ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും പിന്നെ പതുക്കെ ഈ കണ്ടീഷൻഡ് റെസ്പോൺസ് കുറഞ്ഞു. ബെല്ല് മാത്രം ഭക്ഷണമില്ല, ബെല്ല് മാത്രം ഭക്ഷണമില്ല, ഇങ്ങനെ വന്നു കഴിഞ്ഞു ഭക്ഷണമില്ല. ഇത് മാറ്റി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു എന്ന് പറയും? പതുക്കെ ഈ സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബെല്ല് മാത്രം കൊടുത്തപ്പോൾ ഭക്ഷണം ഇല്ലാതെ, ഭക്ഷണം ഒപ്പമില്ല എന്ന് മനസ്സിലായി. ബെല്ല് മാത്രം നിരവധി തവണ റിപ്പീറ്റ് ചെയ്തപ്പോ ഈ റെസ്പോൺസ് സലൈവ വരാതെയായി. അതായത് കുറെ തവണ ചെയ്തപ്പോൾ ക്രമേണ കണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഇല്ലാതെയായി. അതിനെ പറയുന്ന പേരാണ് എക്സ്റ്റിങ്ഷൻ. പാവ്ലോ അതിനൊരു പേരിട്ടു, എക്സ്റ്റെൻഷൻ. ഇനി ഈ ഭക്ഷണം എന്ന് പറയുന്ന ഫുഡിന്റെ ഈ ബെല്ലിന്റെ കൂടെ കൊടുത്ത സമയത്ത് ബെല്ല് മാത്രം അടിച്ചപ്പോ
ഈ ഡോഗ് നായ സലൈവേറ്റ് ചെയ്യാൻ തുടങ്ങി, ഉമിനീരിങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയതിന് ശരിക്കും അദ്ദേഹം ഒരു പേരിട്ടു സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞു. എപ്പോ ബെല്ലടിച്ചാലും നമ്മളതിനെ ജനറലൈസ് ചെയ്തു. നായ ആ സമയത്ത് ജനറലൈസ് ചെയ്തു, അതായത് അതിനെ കണ്ടു, ഫുഡ് തന്നെയായിട്ട് കണ്ടു. അത് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നാണ് അതിനെ പേരിട്ടത്. കുറച്ച് കഴിഞ്ഞപ്പോ ബെല്ലും ഫുഡും തമ്മിൽ വെവ്വേറെ ചോദകങ്ങളാണ് എന്ന് നായക്ക് മനസ്സിലാവാൻ തുടങ്ങി. ഈ ജനറലൈസേഷനും എക്സ്റ്റൻഷനും തുടർച്ചയായി ചെയ്തു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടിനും വെവ്വേറെ തിരിച്ചറിയാൻ സാധിച്ചു. ഇതിനെ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്നാണ് പറയുന്നത്. വേർതിരിച്ച് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ കണ്ടീഷനിങ്ങിന് പാവ്ലോ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പേരിട്ടു. കണ്ടീഷനിങ് ചെയ്തത് ആദ്യമായിട്ട് സയന്റിഫിക് ആയിട്ട് ഇതുപോലെ ചെയ്ത ഒരാളാണ് പാവ്ലോ. അതുകൊണ്ട് തന്നെ ഈ പാവ്ലോന്റെ ഈ ആദ്യത്തെ കണ്ടീഷനിങ് സിദ്ധാന്തം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മുടെ ജീവിതം ഒട്ടാകെ നമുക്ക് ചുറ്റും നോക്കിയാൽ നമ്മളിലും ഒക്കെ കാണാം ഈ കണ്ടീഷനിങ്. എന്തിന്റെയോ കൂടെ, അതായത് ഇപ്പൊ ജോൺ വാട്സണും അതുപോലെ റൊസാലിയോ എന്ന് പറഞ്ഞ രണ്ട് സൈക്കോളജിസ്റ്റുകൾ ആൽബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 9 മാസം പ്രായമുള്ള കുട്ടിയിൽ ഒരു പരീക്ഷണം ചെയ്തു. വെളുത്ത രോമങ്ങളുള്ള ഒരു പാവക്കുട്ടിയാ. ആ കുട്ടിക്ക് കൊടുക്കുമ്പോ, കയ്യിൽ കൊടുക്കുമ്പോ കുട്ടി അത് വാങ്ങാൻ നോക്കുമ്പോ അപ്പൊ കുറച്ച് ഭീകരമായ ഒരു ശബ്ദം ഉണ്ടാക്കും. ഈ ശബ്ദം ഉണ്ടാക്കിയപ്പോ കുട്ടി പേടിച്ചു. രണ്ടാമത്തെ തവണയും ചെയ്തു, പേടിച്ചു. കുറെ തവണ ആവർത്തിച്ച് ഈ പാവക്കുട്ടിയെയും പ്രത്യേക ശബ്ദം കൂടി കുട്ടിക്ക് കാണിച്ചു കൊടുത്തപ്പോ കുട്ടിക്ക് ഭയക്കാൻ തുടങ്ങി. പിന്നെ പാവക്കുട്ടി ഇല്ലാതെ ഈ ശബ്ദം മാത്രം ആവുമ്പോഴും കുട്ടി പേടിക്കാൻ തുടങ്ങി. ഇതൊക്കെ കണ്ടീഷനിങ് ആണ്. ഇങ്ങനെ കണ്ടീഷനിങ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്ന് പഠിപ്പിച്ചു. ഈ മാത്രല്ല കുറച്ച് കഴിഞ്ഞപ്പോ ഈ പാവക്കുട്ടി മാത്രം കൊടുത്തും പതുക്കെ കുട്ടിയിൽ നിന്ന് ഇത് മാറ്റിയെടുത്തു. സ്ഥിരമായി പാവക്കുട്ടിയുടെ കൂടെ അല്ല, ഈ ശബ്ദമില്ലാതെ തന്നെ പാവക്കുട്ടി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഈ സ്റ്റിമുലസിനെ പതുക്കെ മാറ്റിയെടുത്തു, ആ റെസ്പോൺസിനെ മാറ്റി അതിനെ സ്റ്റിമുലസ് എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞു. എക്സ്റ്റിങ്ഷൻ മാറ്റിയെടുത്തതിനെ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ആൽബർട്ട് എന്ന 9 മാസം പ്രായമുള്ള കുട്ടിയിൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്. ആൽബർട്ട് എന്ന 9 മാസം പ്രായമുള്ള ചോദ്യം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ആൽബർട്ട് എന്ന 9 മാസം പ്രായമുള്ള കുട്ടിയിൽ നടത്തിയ പരീക്ഷണം ഡാഷ് ആയിരുന്നു ഇങ്ങനെ. അപ്പോ സ്റ്റിമുലസ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, കണ്ടീഷനിങ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കണ്ടീഷനിങ് ആണ് അതിൽ കുട്ടിയെ പിന്നീട് എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ കുട്ടി കണ്ടീഷനിങ് ചെയ്തതുകൊണ്ടാണ് കുട്ടി അങ്ങനെ ഈ കരയാൻ തുടങ്ങിയത്. എപ്പോ ഈ ബെല്ലിന്റെ ശബ്ദം കേട്ടാലും പാവക്കുട്ടിയെ കണ്ടാലൊക്കെ കുട്ടി പിന്നെ പേടിക്കാൻ തുടങ്ങി. പാവക്കുട്ടിയെ കണ്ടാൽ പേടിക്കാൻ തുടങ്ങി. അതാണ് ഇത്. ഈ സർക്കസിലൊക്കെ ധാരാളമായിട്ട് ഇത് ചെയ്യാറുണ്ട്. ചാട്ടവാറ് കൊണ്ട് ആദ്യം വിശക്കുന്ന ഒരു കടുവയോട് അഗ്നിവളയത്തിലൂടെ, അഗ്നിയെ പേടിയാണ് കടുവയ്ക്കും മറ്റു കാട്ടുമൃഗങ്ങൾക്കൊക്കെ, വളയത്തിലൂടെ കിടക്കും. ആ സമയത്ത് നന്നായിട്ട് ചാട്ടവാറടിക്കും. അങ്ങനെ ചെയ്യിപ്പിക്കുന്നത് ട്രയൽ ആൻഡ് എറർ തിയറിയിലൊക്കെ അത് അപ്ലിക്കബിൾ ആണ് കേട്ടോ. അതൊക്കെ ബിഹേവിയർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പൊ വിശക്കുന്ന കടുവ അഗ്നിവളയത്തിലൂടെ ചാടിയാൽ ഭക്ഷണവും കിട്ടും, ചാട്ടവാറടിന്ന് ഒഴിവാവുകയും ചെയ്യാം. അല്ലെങ്കിൽ കടുവയ്ക്ക് നല്ല ചാട്ടവാറടി കിട്ടും, അഗ്നിവളയത്തിലൂടെ ചാടിയാൽ കിട്ടില്ല. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഈ അഗ്നിവളയം വന്നു, ചാട്ടവാറ് അടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ തന്നെ ചാട്ടവാറിന്റെ ശബ്ദം കേൾക്കുമ്പോ കടുവ വളയത്തിലൂടെ ചാടാൻ തുടങ്ങി. ഈ കണ്ടീഷനിങ്ങിന്റെ വേറൊന്നുണ്ട്. ഈ ആനകളെയൊക്കെ പരിശീലിപ്പിക്കുന്ന സമയത്ത് ആനകളുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കി വെക്കും. അപ്പൊ ഈ മുറിവുണ്ടാക്കിയിട്ട് ഈ തോട്ടി കൊണ്ട്, അല്ലെങ്കിൽ ഈ അവരുടെ കയ്യിൽ, ഈ പാപ്പാമാരുടെ കയ്യിൽ ഒരു ആയുധം ഉണ്ടാവും. അത് ഈ മുറിവിൽ വെച്ച് ഒരൊറ്റ വലിയാണ്. അതോടെ ആന ഇഷ്ടമില്ലാത്ത പെരുമാറ്റം ചെയ്യുന്നതോ ആ സമയത്തൊക്കെ ഇത് ചെയ്യും. അപ്പോ ഇത് ചെയ്യുമ്പോ ആനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ തോട്ടി, ഈ സാധനം കയ്യിലെടുത്ത് അടുത്തേക്ക് വരുമ്പോ തന്നെ ആനയ്ക്ക് മനസ്സിലാവും ഇത് ഞാൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് കാല് വലിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ സാധാരണ ഉപയോഗിക്കുന്നതാണ് കണ്ടീഷനിങ്. ക്ലാസ് റൂമിൽ കണ്ടീഷനിങ് നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിക്കാറുണ്ട്. ടീച്ചർ വന്ന ഉടനെ തന്നെ ഗുഡ് മോർണിംഗ് ടീച്ചർ എന്ന് പറയുന്നത് പോലും ഒരു കണ്ടീഷന്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനൊന്ന് വളരെ ചുരുക്കി പറഞ്ഞത്. അപ്പോൾ സമയമായോ നിങ്ങൾക്ക്? ഇനി ജസ്റ്റാൾട്ട് സൈക്കോളജി പറയാനുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ, എനിക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഈ ആശയുണ്ട്, പെട്ടെന്ന് പറയേണ്ട തിയറികൾ. ബ്രൂണറൊക്കെ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഫ്രോയിഡ് പറയണമെങ്കിൽ പറയാം. എന്താ വേണ്ട? ക്ലാസ് ഇവിടെ വെച്ച് നിർത്തണോ? ഡിഫൻസ് മെക്കാനിസം പറയണോ? എന്താ വേണ്ട? ഒന്ന് വേഗം പ്രതികരിച്ചാൽ നന്നായിരുന്നു.
ടീച്ചർ പറഞ്ഞോളൂ, ഞങ്ങള് കേൾക്കാം. കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ടീച്ചർ പറയുമ്പോഴേക്കും. ഞങ്ങള് ജസ്റ്റ് ബൈ ഹാർട്ട് പഠിച്ചവരുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ച് 30 കൊല്ലമായിട്ട് സൈക്കോളജി 30 കൊല്ലമായിട്ട് കേട്ട് മറന്നതാണ്. അതെ അതെ, ഞാനും കുറെ ആ, കൊല്ലായി. ഞാൻ ഇപ്പൊ നിങ്ങളായിട്ടുള്ള ഒരു വ്യത്യാസം എനിക്ക് എന്താ വെച്ചാൽ, ഞാൻ അത് പഠിപ്പിച്ച ഒരാളാണ്, പക്ഷെ എനിക്ക് വലിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. വലിയൊരു ആ, ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഞാനും ഈ വക കാര്യങ്ങളൊക്കെ ഇങ്ങനെ പതുക്കെ എടുത്ത് ഓർമ്മയിലേക്ക് വരുത്താണ് കേട്ടോ. നിങ്ങൾ പലതും എക്സാമ്പിൾ ചോദിക്കുമ്പോൾ പറയുമ്പോഴേ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. മറ്റേ നമ്മളിങ്ങനെ ആ ചില വീഡിയോസ് ഒക്കെ വെറും ക്വസ്റ്റ്യൻ ആൻസർ മാത്രല്ലേ. അതെ അതെ അതെ, അത് അതിൽ ഉം. വരാവുന്ന ഒരു പ്രശ്നമാണ്. ആ, ആ, അപ്പൊ ശരിയാണ്, എനിക്ക് പരിചയമില്ലാത്ത 1-2 സൈക്കോളജിസ്റ്റിനൊക്കെ ഇതിലിങ്ങനെ കുറച്ച് പേരെയൊക്കെ കാണാനുണ്ട്. അപ്പൊ എനിക്കും അങ്ങനെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, പെട്ടെന്ന് കേൾക്കുമ്പോൾ. ആ, അതായത് നമുക്കതിന്റെ ഒരു ഹിസ്റ്ററിയും കൂടി അറിയുകയാണെങ്കിൽ ആ. പിന്നെ വളരെ വിശദമായി എടുക്കേണ്ട ഒന്ന് തന്നെയാണിത്. പക്ഷെ നമുക്ക് അതിന് സമയമില്ലല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ സത്യത്തിൽ പറ്റുന്ന ഒരു കുറച്ച് ഒരു കാര്യങ്ങളും കൂടി ആ പറഞ്ഞാല്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നാൽ ഞാൻ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിലേക്കും കൂടി ഒന്ന് പോവാം. ഓക്കെ ഓക്കെ ഗസ്റ്റാൾട്ട് ടീച്ചർ. സൈക്കോളജിയിൽ ഞാൻ സ്പീഡിൽ പറയാം, നിങ്ങൾ എന്റെ മനസ്സിലായില്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി ഞാന് 1-2 ചിത്രം അയച്ചാൽ നിങ്ങൾ വാട്സപ്പിൽ നോക്കുവോ? ഇത് പറയുമ്പോൾ ഒപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് പിടികിട്ടും. ആ, ഈ ജസ്റ്റാൾട്ട് സൈക്കോളജി അഥവാ സമഗ്രതാവാദം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇതിൽ ഈ 3 സൈക്കോളജിസ്റ്റ് ആണ് ഇതിൽ വരുന്നത്. കോഫ്ക, കോളർ, വെർത്തീമർ. ഒന്ന് ഇപ്പൊ തന്നെ പഠിച്ചോളൂ, കോഫ്ക, കോളർ, വെർത്തീമർ. അതായത് ഈ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് പറയണത് എന്താ അറിയോ? ഇപ്പൊ നമ്മൾ ഈ കഷ്ണങ്ങളാക്കിയിട്ട് സ്റ്റിമുലസും അതും ഇതും അതൊന്നും അല്ല കാര്യം. നമ്മൾ വസ്തുതകളെ കാണുന്നത് എപ്പോഴും ഒരുമിച്ചാണ് കാണേണ്ടത്. ഒരു പൂവിനെ പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പൂവിന്റെ ദളങ്ങളും അത് സാധനങ്ങളൊക്കെ എടുത്ത് കുട്ടിക്ക് കൊടുക്കല്ല. ആദ്യം കുട്ടിയുടെ മുകളിൽ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട ആ ഫ്ലവറിനെ ഒന്നാകെയാണ് കൊടുക്കേണ്ടത്. അതിൽ നിന്നാണ് കുട്ടിക്ക് ഭാഗങ്ങളിലേക്ക് വരേണ്ടത്. അങ്ങനെയാണ് അവര് പറഞ്ഞത്. അപ്പൊ ഇത് മനസ്സിലാക്കിയത് എങ്ങനെയാണെന്നറിയോ? ഈ കോഫ്കയും കോളറും ഈ വെർത്തിമർ ഒരു തീവണ്ടി യാത്രയില് തീവണ്ടി യാത്രയിൽ ഡ്രൈവറുടെ ഒരു സൈഡിലായിട്ട് ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ലൈറ്റ് നമ്മൾ ഈ മാല ബൾബ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിങ്ങനെ കത്തുന്ന ഒരു രീതി നോക്കിയപ്പോഴാണ് വെർത്തിമർക്ക് ഈ തിയറി പെട്ടെന്ന് ഈ ഒരു കാര്യം പിടികിട്ടിയത്. അതായത് ഈ ലൈറ്റ് പ്രത്യേക രീതിയിൽ ഇങ്ങനെ കത്തുമ്പോൾ ഓരോരോ ലൈറ്റ് ആണ് കത്തുന്നതെങ്കിലും അത് ഒരുമിച്ചായ പോലെയാണ് പിന്നെ മനസ്സിലായത്. ഞാനൊരു ചിത്രം അതിൻ്റെ ഒപ്പം വന്നാൽ കുറച്ചും കൂടി നന്നായി മനസ്സിലാവും. അപ്പോ എന്താ പറയാ, ആ ലൈറ്റ് പ്രത്യേക രീതിയിൽ ഇങ്ങനെ കത്തുമ്പോൾ അത് ഇങ്ങനെ വല്ലാത്തൊരു രീതിയിൽ അത് കത്തി. അപ്പൊ അത് ആ ഹോൾ അതിനെ നമ്മൾ പെർസീവ് ചെയ്യേണ്ട, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു രീതി ഉണ്ട് അതിന് എന്ന് മനസ്സിലായി. പിന്നെ മാത്രല്ല, നമ്മൾ ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മൾ ലൈറ്റ് ഒക്കെ അങ്ങനെ പ്രത്യേകമായിട്ട് ഇടുമ്പോൾ അതൊരു പ്രത്യേക ഷേപ്പിലൊക്കെ ഇങ്ങനെ ആവുമ്പോൾ പല ഷേപ്പുകളൊക്കെ വരുന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഒക്കെ മനസ്സിലായി. അപ്പൊ ഈ ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ അല്ലെങ്കിൽ അന്തർദൃഷ്ടി പഠനമൊക്കെ വരുന്നത് ഇതിലാണ്. ജസ്റ്റാൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഹോൾ എന്നാണ്, സമഗ്രത എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിൽ ഈ കോളർ ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ട്. ഒരു ചിമ്പാൻസിയിലാണ്, സുൽത്താൻ എന്ന പേരുള്ള ചിമ്പാൻസിയിലാണ് കോളർ ഒരു പരീക്ഷണം ചെയ്തിട്ടുണ്ട്. ആ പരീക്ഷണത്തിൽ ഒരു കൂട്ടിൽ ചിമ്പാൻസിയെ ഇട്ടു, വിശക്കുന്ന ഒരു ചിമ്പാൻസിയെ കൂട്ടിലിട്ടിട്ട് ഒരു പഴം ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ പഴം എത്തുന്നില്ല. അപ്പൊ ഒരു താഴത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, കുറച്ച് വടി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ ചിമ്പാൻസിക്ക് പഴം എത്താതെ വന്നപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ പതുക്കെ ഇതിന്റെ മുകളിൽ കയറിയപ്പോ ചെറുതായി എത്തണ പോലെ തോന്നി, എത്തി. അപ്പോ ഒന്നുകൂടി നന്നായി എത്തണില്ല. അപ്പൊ എന്ത് ചെയ്തു വെച്ചാൽ താഴെ കിടക്കുന്ന ഒരു വടി എടുത്തിട്ട് വടി എടുത്തിട്ട് ഈ പഴത്തിനെ വലിക്കുന്നുണ്ട്. അപ്പൊ നല്ല വിശപ്പുണ്ട്, എന്ത് ചെയ്തു പോകുന്ന ഒരു സമയമാണ്. അപ്പോ വടിയെടുത്തപ്പോ തട്ടില്ലാന്നായി. അപ്പോ വേറൊരു വടിയുണ്ട്, അതും കൂടി ചേർത്തി വെച്ചിട്ട് ചിമ്പാൻസി ആ പഴം എടുക്കുന്നുണ്ട്. അപ്പോ ഇതിൽ നിന്ന് കോളർ പറയുന്നത് എന്താന്ന് വെച്ചാൽ, വെറുതെ വടിയോ കല്ലോ അവിടെ കിടക്കുന്നത് ആ ഭക്ഷണം കിട്ടാൻ ഉപകരിക്കില്ല. പക്ഷെ അത് ഒരുമിച്ച് വെച്ചപ്പോൾ അതിനൊരു ഹോൾനെസ് വന്നു. അതാണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈ ചിമ്പാൻസിയെ സഹായിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോ ഇത് എന്താ പറയാ, ഈ ഒരു പരീക്ഷണത്തിനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സുൽത്താൻ എന്ന ചിമ്പാൻസിയിൽ ആരാണ് പരീക്ഷണത്തെ കോളർ, ഏത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അന്തർദൃഷ്ടി പഠനം, ജസ്റ്റാൾട്ട് സൈക്കോളജി ഇതൊക്കെ ബന്ധപ്പെട്ടതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഈ മിന്നിത്തിളങ്ങുന്ന വസ്തുക്കൾക്കൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നതായി തോന്നില്ലേ, അതാണ് ഫൈ ഫിനോമിനൺ എന്ന് നമ്മുടെ വർത്തിമർ വിളിച്ചൊരു ഫൈ ഫിനോമിനൺ. അതായത് മിന്നിത്തിളങ്ങുന്ന അതില് വസ്തുക്കൾ ചലിക്കുന്ന വസ്തുക്കൾ തോന്നും, ചിലപ്പോ ദീപങ്ങളിലെ പോലെ തോന്നും, ഒരു ദീപം കത്തണ പോലെ തോന്നും, വിളക്കൊക്കെ ഇങ്ങനെ മിന്നണ പോലെ തോന്നും.
അങ്ങനെ തോന്നുന്നത്. അത് ഈ സ്ട്രോബോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം അത് കണ്ടെത്തിയത്. ഇനി അതൊക്കെ നിൽക്കട്ടെ. ഈ ജസ്റ്റാൾട്ട് സൈക്കോളജി ഒരു 3-4 നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലോ ഓഫ് ക്ലോഷർ. ഞാൻ ചിത്രം ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇല്ലാത്തത് കൊണ്ട് ആ ചിത്രം എങ്ങനെ അയച്ചു തന്നാലും ഒന്നുകൂടി പെട്ടെന്ന് മനസ്സിലാവും. പരീക്ഷയ്ക്ക് വരുന്നതാണ്. വേണോ ചിത്രം? എന്താ വേണ്ടത്? ഞാൻ സുധീർ മാഷ്ക്ക് അയച്ചാൽ ഒന്ന് അയച്ചു കൊടുക്കും. ഇപ്പൊ എന്താ വേണ്ട പറയൂ, പറയൂ. വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇടട്ടെ. ആ ഗ്രൂപ്പ് ആണോ? നോക്കട്ടെ കേട്ടോ. അതെ, ശരി ശരി ശരി. ഒരു ചിത്രം എനിക്ക് വളരെ ഇതായി തോന്നി. അത് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ടെറ്റിന്റെ പേരിൽ തന്നെ വേറെയും കുറെ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇത് ഓക്കെ. അപ്പൊ ഇത് കണ്ടോ? നോക്കിക്കോളൂ കേട്ടാ. ആദ്യത്തെ ചിത്രം നോക്കൂ. കുറച്ച് കുത്തുകൾ കണ്ടോ? എല്ലാവരും ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്ന് ബാക്ക് സെൻട്രൽ ബട്ടൺ അമർത്തിയിട്ടോ മറ്റോ വേഗം ഒന്ന് അത് എടുത്തു കഴിഞ്ഞാൽ ഈ ജസ്റ്റാൾട്ട് സൈക്കോളജി പറയുന്ന ഒരു ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നുണ്ട്. പരിപൂർത്തി നിയമം എന്ന് പറയുന്നതില് ആദ്യത്തെ അത് ഇതിലെത്തിയില്ല. ഞാൻ എടുത്തിടാം. ഇപ്പൊ അയച്ച ചിത്രം നോക്കൂ. ലാസ്റ്റ് പിക്ചർ എല്ലാവരും കണ്ടോ? അതാണ് ഈ ചിത്രം. ലാസ്റ്റ് പിക്ചർ കണ്ടോ? ആരെങ്കിലും ഒരാൾ പ്രതികരിക്കൂ. കണ്ടോ? ലാസ്റ്റ് പിക്ചർ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്ന ഒന്നാണ്. അതായത് പരിപൂർത്തി നിയമം. എന്താണ് ഇതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും സാധാരണ ഈ ചിത്രം കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് ഒന്നും ഉത്തരം പറയിപ്പിക്കാൻ സമയമില്ല കേട്ടോ. അതുകൊണ്ട് റിയലി സോറി, ഞാൻ വേഗം പറയാം. ഈ പരിപൂർത്തി നിയമം എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും കൊണ്ട് ഇത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും പറയാൻ സാധ്യതയുള്ളത് ഇതൊരു ചതുരാണെന്നാ. പക്ഷെ സത്യത്തിൽ ഇത് കുറെ ഡോട്ടുകളാണ്. അത് അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഇതിനൊക്കെ ഒരുമിച്ച് ചേർത്ത് ഇതൊരു ചതുരത്തിന്റെ രൂപത്തിലായി എന്നല്ലേ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത്. ഇതാണ് ലോ ഓഫ് ക്ലോഷർ. ഇത് ട്രയാങ്കിളിന്റെ ഷേപ്പിൽ ഇതുപോലെ ഓരോ ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ട്രയാങ്കിൾ ആണെന്ന്. അപ്പൊ ട്രയാങ്കിൾ ഷേപ്പ്ഡ് ആണെന്ന്. സത്യത്തിൽ അത് കുറെ ഡോട്ടുകൾ മാത്രമാണ്. അപ്പൊ നമ്മൾ അതിനെ ക്ലോസ് ചെയ്ത രൂപമായിട്ട് കാണുള്ളൂ. ഇതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയിലെ ഫസ്റ്റ് ലോ ഓഫ് ക്ലോഷർ. മനസ്സിലായല്ലോ? അടുത്ത് പറയട്ടെ. അടുത്ത ചിത്രം ഇതാ നോക്കൂ. ഒരു ഏറ്റവും മുകളിൽ ഞാൻ അയച്ച ആദ്യത്തെ ചിത്രം നോക്കൂ. കറുത്ത അതെന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറയോ? അത് എന്താന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പറയാം. എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും ഇതിനെ കാണുക വെച്ചാൽ കറുത്ത കുത്തുകളുടെ 3 നിര, അതല്ലാത്ത വെളുത്ത കുത്തുകളുടെ 3 നിര എന്നാണ് നമ്മൾ കാണുക. അതായത് അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ അതിനെ സാദൃശ്യപ്പെടുത്തിയാണ് കാണുക. സാദൃശ്യപ്പെടുത്തിയാണ് നമ്മുടെ മനസ്സ്. അതായത് അവിടെ ഒരു വെളുത്തത് പിന്നെ ഒരു കറുത്തത് ഇങ്ങനെയൊന്നും അല്ല നമ്മളതിനെ കാണുക. പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മളതിനെ ഒന്ന് സിമിലർ ആയിട്ട് കാണാൻ ശ്രമിക്കുന്നു. സിമിലർ എപ്പോഴും മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് ചോദിക്കും. അപ്പോ ഈ നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. കറുത്ത കുത്തുകളുടെ 3 നിര, അല്ലാത്തവ 3 നിര എന്നാണ് നമ്മുടെ മനസ്സ് എപ്പോഴും അങ്ങനെ പോവുള്ളൂ. അപ്പോ അത് ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറയാം. ഇനി ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നതാണ് അടുത്ത ലോ. ആ ചിത്രം ഞാൻ അയച്ചിട്ടുണ്ടോ? അയച്ചിട്ടുണ്ട്. ലോ ഓഫ് പ്രോക്സിമിറ്റി അത് ഞാൻ അയച്ചിട്ടില്ലേ? അത് അയച്ചാലാണ് ഒന്നുകൂടി മനസ്സിലാവും. ലോ ഓഫ് പ്രോക്സിമിറ്റി. സ്ക്രീൻ ഷെയറിംഗ് എടുത്തിട്ട് പറ്റില്ലേ? സ്ക്രീൻ ഷെയറിംഗ് വേണ്ട. സ്ക്രീൻ ഷെയറിംഗ് ഇപ്പൊ വേണ്ട. പറ്റും, പക്ഷെ ഞാൻ ഇപ്പൊ വേണ്ട. അതാ ഞാൻ വേറെ എന്തോ അയച്ചു. ഓക്കെ, ഇതാ കണ്ടോ? ലാസ്റ്റ് ഏറ്റവും അടിയിൽ കുറച്ച് കഷ്ണങ്ങളായിട്ടുള്ള ചതുരങ്ങൾ കണ്ടില്ലേ? ചതുരങ്ങൾ നോക്കിക്കോളൂ. അത് എന്താണ് കാണിക്കുന്നത്? ചതുരക്കട്ടകള് അടുപ്പിച്ച് 2 ചതുരം, 2 ചതുരം, 2 ചതുരം, 2 ചതുരം കണ്ടില്ലേ? ഏറ്റവും അവസാനം അതാണ് സത്യത്തിൽ ലോ ഓഫ് പ്രോക്സിമിറ്റി. അതായത് ഇവിടെ 8 എന്താ പറയാ
രണ്ട് ചതുരങ്ങളിലെ 4 കൂട്ടം. അതാണ് 2 ചതുരങ്ങളിലെ 4 കൂട്ടം. കണ്ടില്ലേ? നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത് എപ്പോഴും. നമുക്ക് ഇതിന്റെ 4 കൂട്ടം, അതായത് നമ്മൾ 8 ചതുരം എന്ന് പറയുന്നേക്കാൾ കൂടുതൽ നമ്മൾ എപ്പോഴും അതിനെ 4 കൂട്ടമായിട്ടാണ് ഇതിനെ കാണുക. അപ്പോൾ ഈ പ്രോക്സിമിറ്റി ഇനി അടുത്ത ഒന്ന് പറയട്ടെ, വേഗം പറയാം. ലോ ഓഫ് കണ്ടിന്യൂറ്റിയുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ലോ ഓഫ് കണ്ടിന്യൂറ്റി നോക്കൂ, നിങ്ങൾ ഒരു വര ഞാൻ ക്രോസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ മുകളിലും 2 എണ്ണം അപ്പുറം 2 വര ക്രോസ് ചെയ്തിട്ട്. ഇതെന്താന്ന് വെച്ചാൽ എല്ലാവരും സാധാരണ പറയാം 2 രേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നു എന്ന് പറയും. പക്ഷേ എന്താ പറയാ, ആരും ഇതിനെ നമ്മൾ ഇതിലൊരു 4 കോണുണ്ട് എന്നൊന്നും അല്ല ആദ്യം പറയാം. 2 വടി അല്ലെ 2 വര എന്നൊക്കെയാണ് നമ്മൾ ഇതിനെ പറയുക. അപ്പൊ ഇതൊരു തുടർച്ചാ നിയമം എന്നാണ് പറയുക ഇതിനെ. ഇനി അടുത്തത് ഒരു ചിത്രം കണ്ട, കറുത്ത ഷെയ്ഡ്, കറുത്തത് വെച്ചിട്ട് പെട്ടെന്ന് കണ്ടാൽ അത് എന്ത് തോന്നും? പെട്ടെന്ന് കണ്ടാൽ തോന്നുന്നത് എന്താന്ന് വെച്ചാൽ അത് പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ എന്താ തോന്നിയെന്ന് അറിയില്ല, 2 മുഖങ്ങളാണ് നമുക്ക് തോന്നുക, അല്ലെ? ശരിയല്ലേ? 2 മുഖങ്ങളാണ് കാണുക. അപ്പോ ഇതെന്താ വെച്ചാൽ ഇത് ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ് എന്നാണ് പറയുക. രൂപ പശ്ചാത്തല ബന്ധമാണ് ഇത് കാണിക്കുന്നത്. ഫിഗർ ഗ്രൗണ്ട് റിലേഷൻഷിപ്പ്, അതായത് മുഖത്തോട് മുഖം നോക്കുകയാണ്. പക്ഷേ ഈ കറുത്ത ഭാഗങ്ങളുടെ ഒഴിവാക്കി വെളുത്ത ഭാഗത്തിനെ മാത്രം ഒന്ന് നോക്കി നോക്കൂ എല്ലാവരും. വെളുത്ത ഭാഗത്തിന് മാത്രം നോക്കി നോക്കൂ. അതെന്താ വെച്ചാൽ ഒരു പൂപ്പാത്രം ഒരു ഫ്ലവർ വാസ് ആയിട്ട് നമുക്ക് തോന്നും. കണ്ടില്ലേ? ശരിയല്ലേ? അതായത് എപ്പോഴും നമുക്കുള്ള ഒരു പ്രത്യേകത, നമ്മളൊരു രൂപ പശ്ചാത്തല ബന്ധം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചിത്രമാണിത്. അതായത് ഇപ്പൊ വെളുത്ത ഒരു പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ആ കറുത്തത് എടുത്തു കാണിക്കും. അപ്പൊ പശ്ചാത്തലത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു സാധനം കാണിക്കും. നമ്മൾ ക്ലാസ് റൂമിലൊക്കെ ഉപയോഗിക്കണം. ഈ കറുത്ത ബോർഡിൽ നമ്മൾ വെളുത്ത മഷി കൊണ്ടാണ്ട് എഴുതും. മൊത്തം കറുപ്പായിരിക്കും, അതിൽ വെളുത്ത മഷി കൊണ്ട് എഴുതുന്നു. ചാർട്ടിൽ, വെള്ള ചാർട്ടിൽ നമ്മൾ ചുവന്ന മഷി കൊണ്ട്, നോട്ട്ബുക്കിൽ നമ്മൾ ചുവന്ന മഷി കൊണ്ട് അതിൽ എഴുതുന്നതൊക്കെ നമ്മൾ ഈ രൂപ പശ്ചാത്തല ബന്ധം അറിയിക്കാൻ വേണ്ടിയാണ്, അത് പ്രയോഗിക്കാൻ വേണ്ടിയാണ്. അതല്ല നമ്മൾ വെളുത്ത പേപ്പറല്ലേ, എന്നാൽ വെളുത്ത മഷി കൊണ്ട് നമ്മൾ എഴുതണില്ലല്ലോ. അപ്പൊ ഇത് എടുത്തു കാണിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം. ഇനി വെളുത്ത പേപ്പറിൽ നീല മഷി കൊണ്ട് എഴുതി അതിൽ ചുവപ്പ് മഷി കൊണ്ട് ടീച്ചർ എഴുതുന്നു, അതിൽ പച്ച മഷി കൊണ്ട് HM എഴുതുന്നു. അപ്പൊ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ എടുത്തെടുത്ത് കാണിക്കുക, രൂപ പശ്ചാത്തല ബന്ധം കാണിക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി അതിലൊരു ചതുരത്തിന്റെ ഒരു ചിത്രം കണ്ടോ? അതായത് ഇത് വെർത്തിമർ ചെയ്ത ഒരു പരീക്ഷണമാണ് കേട്ടോ. അത് ബന്ധമല്ല, അത് ലോ ഒരു ഇത് പറയാണ്. എന്താ വെച്ചാൽ ഇതിലൊരു ചതുരത്തിന്റെ വിസ്തീർണം വെർത്തിമർ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു പെൺകുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിസ്തീർണം അത് റെക്ടാങ്കിളിന്റെ ഈ ഏരിയ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ഒരു സാമാന്തരികത്തിന്റെ ആകൃതിയിൽ വെട്ടി ഒരു പേപ്പർ കൊടുത്തിട്ട് വിസ്തീർണം കാണാൻ പറഞ്ഞപ്പോൾ എല്ലാ കുട്ടികളും പല രീതിയിലും വിസ്തീർണം എങ്ങനെ കാണാൻ അന്തം വിട്ടിരുന്നു. കാരണം ചതുരല്ലേ പഠിപ്പിച്ചത്, ചിത്രം തന്നുള്ള സാമാന്തരിക. കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ കത്രിക എടുത്തിട്ട് വശം, ആ സാമാന്തരിക ചെരിഞ്ഞു നിൽക്കുന്ന വശം ഒരു ത്രികോണാകൃതിയിൽ മുറിച്ചിട്ട് ചതുരത്തോട് ചേർത്ത് വെച്ചു, ഏരിയ കണ്ടു. ഇതൊരു അന്തർദൃഷ്ടി പഠനമാണ് എന്നാണ് വെർത്തിമർ പറയുന്നത്. അപ്പൊ ഇതും ഒരു ജസ്റ്റാൾട്ട് തിയറിയിൽ ചെയ്യുന്ന 7ാം ക്ലാസ്സിലെ മാത്സിൽ ഇപ്പോഴും അത് അങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുണ്ട്. അപ്പോ ഇതൊക്കെയാണ്. അപ്പൊ എന്താ പറയണമെന്ന് വെച്ചാൽ ഈ കല്ലും മണ്ണും ചേർന്നിട്ട് ഈ പാർട്ടുകളായ സാധനങ്ങൾ ഒരു വീടാക്കി വെക്കുമ്പോഴാണ് അതിന് സമഗ്രത വരുന്നത് എന്നാണ്. കല്ലിന് അത്ര പ്രാധാന്യമില്ല, പക്ഷെ വീടായി വരുമ്പോഴേക്കും അല്ലെങ്കിൽ മറ്റൊരു കെട്ടിടമാകുമ്പോഴേക്കും അതിന് വലിയൊരു പ്രാധാന്യം ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ നിങ്ങളോട് ഇപ്പൊ ഒരു ചോദ്യമൊക്കെ ചോദിക്കും, 5 വരകൾ ചേർത്ത് വെച്ചൊരു വീട് നിർമ്മിച്ചു, ഏത് നിയമം എന്നൊക്കെ ചോദിച്ചാൽ ലോ ഓഫ് ക്ലോഷർ ആണ്. നമ്മൾ വര വരച്ചതിനല്ല നമ്മൾ കാണുക, നമ്മൾ അതിനെ വീടായിട്ടാ കാണുക, നമ്മൾ ക്ലോസ് ചെയ്ത പോലെ ആയിട്ടാണ് കാണുക. പിന്നെ ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടിയെ കോപ്പി എഴുത്തിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് ഏത് പ്രബലനമാണ്? കോപ്പി എഴുത്തിൽ നിന്ന് ഒഴിവാക്കുന്നതാണ്. ഋണപ്രബലനാണോ, ധനപ്രബലനാണോ, പണിഷ്മെന്റ് ആണോ, റിവാർഡാണോ? പറഞ്ഞോളൂ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ലേ? ആണ്. കിട്ടിയോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? പ്രേമമോഷൻ അല്ലേ ഇതില്? നിങ്ങൾ അറിയാത്തൊരു ടീച്ചറാണിത്. ശരി. അതെ, അടുത്തത്
അടുത്തത് കോഗ്നിറ്റിവിസം ആണ്. നമുക്ക് പിന്നെ സംസാരിക്കട്ടെ മാഷ, ആകെ തിരക്കില്ല. കോഗ്നിറ്റിവിസത്തിനെ പറ്റി പറയുന്നത് ഇതൊന്നുമല്ല, ഈ ഹോളും പാർട്ടും ഒന്നുമല്ല. മനുഷ്യന്റെ മനസ്സിൽ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, മെന്റലി കുറച്ച് പ്രവർത്തനങ്ങൾ, ആ മെന്റൽ സ്ട്രക്ചറൊക്കെ അതിൽ പ്രധാനമാണ്. നിങ്ങൾ പറയുന്ന പോലെ ഈ ഹോളായിട്ടും പാർട്ടായിട്ടും കാണണമെന്നല്ല സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് വരുന്നു. അവരാണ് കൊഗ്നിറ്റിവിസ്റ്റുകൾ. കൊഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകളെയൊക്കെ നിങ്ങൾക്ക് അറിയാം. പിയാഷയും ബ്രൂണറും ഡേവിഡ് ഓസ്ബലും ഒക്കെ ഈ കൊഗ്നിറ്റിവിസത്തിന്റെ ആൾക്കാരാണ്. നോം ചോംസ്കി ഒക്കെ. അവരൊക്കെ പിന്നീട് വേറൊരു ഭാഗത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ മനസ്സിന് ഇന്റേണൽ ഒരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ട്. നമുക്കൊരു സെൻസേഷൻ ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്. സെൻസേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കുക എന്നാ, പക്ഷെ അതിനെ പെർസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥമാണ്. അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യാണ്, എന്താ പറയാ, വിശകലനം ചെയ്തിട്ടുള്ള രീതിയിൽ കാണുന്നതാണ് പെർസെപ്ഷൻ എന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പൊ അവര് പറയുന്നത് ഈ പൂച്ച അടുക്കളയിൽ മീൻ കട്ട് തിന്നാൻ വരുന്നതേ എന്റെ മണം കേട്ടിട്ട് മാത്രമൊന്നുമല്ല, ചുറ്റുപാട് നിരീക്ഷിച്ച് ആരുമില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തി, തല്ല് കിട്ടില്ല, കല്ലേറ് കിട്ടില്ല എന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ടാണ് വരുന്നത്. അതായത് മീൻ എന്ന ആ ഒരു സ്റ്റിമുലസ് കണ്ടിട്ട് ഓടി വരിക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് വരുന്നതൊന്നും അല്ല. പകരം അത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു മെന്റൽ പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഈ കൊഗ്നിറ്റിവിസ്റ്റുകൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉറപ്പ് വരുത്തി പതുക്കെ പാത്തും പതുങ്ങിയൊക്കെയാണ് പൂച്ച വരിക. ഓടി വന്ന് മീനാണെന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് നമ്മുടെ മുമ്പ് കൂടെയൊക്കെ പോവോ? ഇല്ല, ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട്. അപ്പൊ അതൊക്കെയാണ് പറയുന്നത്. എന്തായാലും പിയാഷ എന്ന് പറയുന്ന ആള് ചില്ലറക്കാരനല്ല, ജനറ്റിക് എപ്പിസ്റ്റമോളജിക്കൽ തിയറി പറഞ്ഞ ആളാണ്. അതായത് ഈ ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ജീവി, ഒരു മനുഷ്യൻ എന്തോ ആവട്ടെ, ആ ഒരു ജീവിയും അതിന്റെ എൻവയോൺമെന്റും കൂടിയിട്ടുള്ള ഒരു യോജിപ്പാണ്, ഒരു അഡാപ്റ്റേഷനാണ്, ഒരു അനുകൂലനമാണ് സത്യത്തിൽ ഈ പഠനം എന്ന് പറയുന്നത് എന്നാണ് പിയാഷെ പറയുന്നത്. പിയാഷെ പരീക്ഷണം നടത്തിയത് സ്വന്തം മക്കളിലാണ്. പിയാഷയ്ക്ക് 4 പെൺകുട്ടികളായിരുന്നു. ഈ 4 പെൺകുട്ടികളുടെ മൊത്തം അവര് എങ്ങനെ ജനിച്ചു തൊട്ടിട്ട് അവരുടെ ഒരു വലിയ കാലയളവ് വരെ അദ്ദേഹം അങ്ങോട്ട് നിരീക്ഷിച്ചു അവരെ. അപ്പോ ഈ പഠനത്തിൽ എത്ര വർഷം എടുത്തിട്ടുണ്ടാവുന്നൊന്ന് എല്ലാവരും അത് ആലോചിച്ച് നോക്കണം. അങ്ങനെ അദ്ദേഹം കുറച്ച് തിയറികളും കുറച്ച് കാര്യങ്ങളും പറഞ്ഞു. അതില് അദ്ദേഹം 4 കാര്യങ്ങളാണ്, 4 സ്റ്റേജുകളാണ് അദ്ദേഹം പറഞ്ഞത്. 4 സ്റ്റേജ് എല്ലാവരും പഠിക്കുന്ന ഒരു രീതി SPCF എന്ന് ഓർക്കുന്നതാണ്. സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇതിൽ സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത് 2 വയസ്സ് വരെയാണ്, ജനിച്ചു തൊട്ട് 2 വയസ്സ് വരെയാണ്. ആ സമയത്ത് ഒരു കുട്ടിക്ക് യാതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാനൊന്നുള്ള കഴിവായിട്ടില്ല. കുട്ടി റിഫ്ലക്സ് ആക്ഷൻ, അഥവാ എന്താ അതിനെ പറയുക, റിഫ്ലക്സ് ആക്ഷൻ കൊണ്ടാണ് കുട്ടി പ്രവർത്തിക്കുക. കുട്ടിക്ക് വിശന്നോ കുട്ടി കരഞ്ഞു, കുട്ടിക്ക് എന്താ കരയാൻ തോന്നിയോ, കുട്ടിക്ക് എന്താ അസ്വസ്ഥത തോന്നിയോ കുട്ടി കരഞ്ഞു, പ്രത്യേകിച്ച് ഒന്നും നോക്കുന്നില്ല. അതായത് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഗോളിനെ, പ്രത്യേകിച്ച് ഒരു ഗോളൊന്നുമില്ല. കുട്ടിയുടെ പ്രധാന ഉദ്ദേശം ഒരു വിശന്ന കരഞ്ഞു അങ്ങനെയുള്ള. അവിടെ കുട്ടി പതുക്കെ 2 വയസ്സാകുമ്പോഴേക്കും കാണിക്കുന്ന ഒരു സ്വഭാവ സവിശേഷതയാണ് ഒബ്ജക്റ്റ് പെർമനൻസ് അഥവാ വസ്തുസ്ഥിരത എന്ന് പറയും. വസ്തുസ്ഥിരത, ഈ വസ്തുസ്ഥിരത എന്ന് പറയുന്നത് വസ്തുവിനെ നമ്മൾ കണ്ടൊക്കെ പരിചയിച്ച് വരുമ്പോഴേക്കും പിന്നെ വസ്തു അവിടെ ഇല്ലെങ്കിലും അതുണ്ട് എന്നുള്ള ഒരു തോന്നൽ, ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. അടുക്കളയിൽ അമ്മ എപ്പോഴും പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഇളക്കും ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടി വിചാരിക്കുന്നത് അമ്മ ഇല്ലെങ്കിലും പാത്രം ഇളകുന്ന ശബ്ദം കേട്ടാൽ അമ്മ അവിടെ ഉണ്ട് എന്ന് തോന്നിക്കുന്ന ഒന്നാണ് ഈ ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നതാണ് പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, എന്താ പറയാ ഘട്ടം, വ്യാപാര ഘട്ടം. അതെ. അപ്പൊ അതാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. അത് 2 മുതൽ 7 വയസ്സ് വരെയാണ്. ഇതിന്റെ ഇതിന് കുറെ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു സ്റ്റേജാണ്. കുട്ടി പതുക്കെ സിമ്പലുകൾ, പ്രതീകങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒന്നാണ്. എന്നാലും കുട്ടിയിൽ ചെറിയ ഒരു ആനിമിസം, ഒരു എന്താ പറയുക, മൃഗങ്ങളിലെ അങ്ങനെയുള്ള കുറച്ച് സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സമയം. ഈഗോ സെൻട്രിസം, സ്വന്തം കാര്യം മാത്രം നോക്കാനുള്ള ഒരു കഴിവൊക്കെ കാണിക്കുന്ന ഒരു സ്വഭാവം. പിന്നെ ഒരു കാര്യം, കുട്ടിക്ക് ആ സമയത്ത് ഇല്ലാത്തൊരു സ്വഭാവമാണ്. ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിലൊക്കെ പഠിപ്പിച്ചു കൊടുക്കുമല്ലോ, ഈ വലിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ വെള്ളമാക്കി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് വലിയൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് കുട്ടിക്ക് കാണിച്ചു കൊടുത്താൽ ഇതിലേതിലാ വെള്ളം കൂടുതൽ എന്ന് ചോദിച്ചാൽ കുട്ടി ചിലപ്പോൾ ടെസ്റ്റ് ട്യൂബിൽ നിറഞ്ഞിരിക്കുന്ന വെള്ളം ഇതിലാണ് നിറയെ വെള്ളം ഉള്ളത് എന്ന് കുട്ടി പറയും. രണ്ടും തുല്യമാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവോ ഒന്നും കുട്ടിക്ക് ഉണ്ടാവില്ല ആ സമയത്ത്. അതുപോലെ ചില കാര്യങ്ങൾ, ഇപ്പൊ 2ഉം 3ഉം കൂടി 5,
അപ്പോ 5 അപ്പൊ 3ഉം 2ഉം കൂടി എത്രയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുട്ടിക്ക് അറിഞ്ഞോളന്നില്ല. അപ്പൊ അങ്ങനെ റിവേഴ്സിബിലിറ്റി എന്നാണ് പറയാ, ആ കഴിവൊന്നും കുട്ടിക്ക് ഉണ്ടാവില്ല. പക്ഷേ അതൊക്കെ പതുക്കെ കാണിക്കുന്ന പീരീഡ് അടുത്ത പീരീഡാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. 7 മുതൽ 12 വയസ്സ് വരെയാണ് ഇതെപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന്റെ ഒരു ഇതാണിത്. ഇവിടെ റിവേഴ്സിബിൾ ഓപ്പറേഷൻ നടക്കുന്ന സമയമാണ്. റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞ സാധനം നടക്കും 7 മുതൽ 12 വയസ്സ് വരെ. ഇവിടെ നിങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചാലും കുട്ടിക്ക് ഉത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആ വെള്ളം നിറച്ചൊരു കാര്യം ഞാൻ പറഞ്ഞില്ലേ, അതാണ് ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ലോ ഓഫ് കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണെന്നുള്ള കുട്ടിക്ക് പതുക്കെ പറയാൻ പറ്റും. 1 കിലോ പഞ്ഞിയാണോ 1 കിലോ ഇരുമ്പാണോ ഭാരം കൂടുതൽ എന്ന് ചോദിച്ചാല് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടി പറയും ഇരുമ്പാണെന്ന്. പക്ഷെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലുള്ള കുട്ടിക്ക് പതുക്കെ ലോ ഓഫ് കൺസർവേഷൻ എന്ന സംഭവം പിടികിട്ടും. കുട്ടി ടീച്ചർ പറഞ്ഞാലും ഇരുമ്പിനല്ലേ, അപ്പൊ അല്ലല്ല ടീച്ചറെ, ആരെ ടീച്ചറോട് പറഞ്ഞതോ 1 കിലോ തന്നെയല്ലേ എന്നൊക്കെ കുട്ടിയോട് ചോദിക്കുന്ന ഒരു പീരീഡാണ് ഏത്, ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അടുത്ത പീരീഡ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. 12 വയസ്സ് മുതൽ അഡൾട്ട് വരെയാണ്. ഈ സമയം അസാധ്യമായ ക്രിയേറ്റിവിറ്റിയുടെയും സിംബോളിക് തിങ്കിങ് പ്രതീകാത്മക ചിന്തയുടെയും അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന്റെയും പ്രോബ്ലം സോൾവിങ് സ്കില്ലും ഒക്കെ കൈവരുന്ന പ്രായമാണ്. നല്ല കവിതകളൊക്കെ എഴുതുന്നത്, അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കവിതകളൊക്കെ എഴുതുക, ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ വരുന്ന ഒരു പ്രായമാണ് ഇത്, ഈ 12 വയസ്സ് വരെ. ഇനി 12 വയസ്സല്ല, 12 വയസ്സിൽ തുടങ്ങുന്നത് ടീനേജ് കൗമാരം തുടങ്ങുമ്പോൾ വരുന്നതാണ് ഇത്. പലപ്പോഴും ചോദിക്കാറുണ്ട് പ്രോബ്ലം സോൾവിങ് സ്കിൽ കാണിക്കുന്ന സ്റ്റേജ് ഏതാണ്, ലോ ഓഫ് കൺസർവേഷൻ കാണിക്കുന്നത് ഏതാണ്, റിവേഴ്സിബിൾ ഓപ്പറേഷൻ ഒക്കെ കാണിക്കുന്ന സ്റ്റേജ് ഏതാണ് ഒക്കെ ചോദിക്കാറുണ്ട്. എപ്പോഴും ചോദിക്കുന്ന ഒന്നാണ്. പിയാഷെ മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇതില്, സ്കീമ എന്ന് പറയുന്ന ഒരു സാധനം. ഈ സ്കീമ എന്ന് പറഞ്ഞൊരു മെന്റൽ സ്ട്രക്ചറാണ്. അപ്പൊ നമ്മൾ അറിവുകളൊക്കെ ഇങ്ങനെ പാക്കറ്റുകളായിട്ടാണ് കിടക്കണമെന്ന് പറയില്ല, പാക്കറ്റ് ആയിട്ടാണെന്ന് വിചാരിക്കാം. ഈ സ്കീമയാണ് ബേസിക് ആയിട്ട് ഒരു മെന്റൽ സ്ട്രക്ചറിൽ മനുഷ്യന് വേണ്ടത്. ഈ സ്കീമ എന്ന് പറഞ്ഞ ഒരു മുന്നറിവ് അങ്ങോട്ട് മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ, മുന്നറിവ് ഉണ്ടായിരിക്കുക. അപ്പൊ അതിലാണ് പുതിയ ഇൻഫർമേഷൻ വന്നിട്ട് കണക്ട് ആവുന്നത് ഈ പഴയ പഴയ സ്കീമയിൽ വന്ന് കണക്ട് ആവും. എന്നിട്ട് വീണ്ടും ഒരു അറിവ് വന്ന് അതിൽ വീണ്ടും കണക്ട് ആവും. അങ്ങനെ കണക്ട് ആവുന്ന പ്രോസസ്സാണ് അസിമിലേഷൻ എന്ന് പറയുക. അതിനെ മലയാളം എന്താണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അസിമിലേഷൻ, സ്വാംശീകരണം. സ്വാംശീകരണം. അതെ, ഈ ന്യൂ ഇൻഫർമേഷൻ ഈ സ്കീമയുമായി ഇങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതാണ് സ്വാംശീകരണം. അടുത്തത് വരുന്നത് ഈ അക്കമഡേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജാണ്. പുതിയൊരു അറിവ് പഴയതുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൾട്ടർ ചെയ്ത് കുട്ടി പുതിയ അറിവ് ഉണ്ടാക്കുന്നതാണ്, അതിനെ മാറ്റിയിട്ട് പുതിയ അറിവ് ഉണ്ടാക്കുന്നതാണ് അക്കമഡേഷൻ എന്ന് പറയുക. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് കുട്ടി 1, 2, 100 വരെയൊക്കെ പഠിക്കുന്നു. അപ്പൊ സ്കീമയിൽ 1, 2, 3 എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ സ്കീമുകളാണെന്ന് കൂട്ടിക്കോളൂ. അതിലേക്ക് നമ്മൾ സംഖ്യാബന്ധങ്ങൾ ഒറ്റ സംഖ്യകൾ, ഇരട്ട സംഖ്യകൾ എന്നൊക്കെ പറയുമ്പോൾ കുട്ടി പതുക്കെ ആ സംഖ്യകൾ അസിമുലേറ്റ് ചെയ്യുന്നു പഴയ സ്കീമയിൽ നിന്ന്. 1, 2, 3 എന്നുള്ളതിൽ ഒരു ബന്ധം കുട്ടി അറിയുന്നു, അസിമുലേഷൻ വരുന്നു. പിന്നെ നമ്മൾ കുട്ടിയെ ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിപ്പിക്കും. എങ്ങനെയാണ് അപ്പോൾ 3 എന്നുള്ളത് 4 തവണ കൂട്ടിയാൽ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും പുതിയ അറിവ് കുട്ടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ കുട്ടി ഉണ്ടാക്കുന്ന കുറെ ഇതാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുക 2 അക്കങ്ങളുള്ള സംഖ്യ അതിൽ 9നെ 9 കൊണ്ട് ഗുണിക്കാൻ പറ്റുമോ, 9ന്റെ ഗുണിതമാവോ, അത് അങ്ങനെയാണെങ്കിൽ 3ന്റെ ഗുണിതാവോ എന്നൊക്കെ നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ അത് ആ കുട്ടി ചെയ്യുമ്പോൾ ആ കുട്ടിയിൽ വരുന്നത് അക്കമഡേഷൻ ആണ്. അക്കമഡേഷൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈക്വിലിബ്രേഷൻ എന്ന സ്റ്റേജാണ്. അത് മനസ്സിലാക്കുന്നത് കുട്ടിക്ക് ഏറ്റവും നന്നായിട്ട് ആ മെന്റൽ സ്ട്രക്ചറുമായി അക്കോമഡേറ്റ് ചെയ്താൽ പിന്നെ വരുന്നതാണ് ഈക്വിലിബ്രേഷൻ. കുട്ടി ഒരു സന്തുലിതാവസ്ഥയിലാവുന്നു, അറിവ് സന്തുലിതാവസ്ഥയിലാവുന്നത് ഇതിൻ്റെ ഒരു അത് പുതിയ അനുഭവമാണ്. ഇത് കുട്ടിയുടെ ഒരു ഇന്റേണലും എക്സ്റ്റേണലുമായ ഒരു എന്താ പറയാ ഘടനയ്ക്ക് ഇടയിലുള്ള ഒരു ബാലൻസ് ആണ് ഇതൊരു ബാലൻസ്ഡ് സ്റ്റേജ് ആണെന്ന് പറയാം. അപ്പോൾ ഏറ്റവും സന്തുലിതമായ അവസ്ഥയിലുള്ള ഒരു സംഭവമാണ്. പിന്നെ കുട്ടി വിചാരിക്കണം എന്താ വെച്ചാൽ അപ്പൊ ആ സമയത്തൊക്കെ പിന്നെ കുട്ടിക്ക് ഇങ്ങനെ അസിമുലേറ്റ് ചെയ്യാൻ ചെയ്യുന്ന കുറെ ഉദാഹരണങ്ങളുണ്ട്. ഇനിയിപ്പോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും പോണില്ല. കുട്ടി ചെറിയതാവുമ്പോൾ കുട്ടി വിചാരിക്കും വലിയ വസ്തുക്കളൊക്കെ വെള്ളത്തിൽ താഴ്ന്നു കിടക്കും, ചെറുതൊക്കെ പൊങ്ങി കിടക്കും കുട്ടി വിചാരിക്കുകയാണ്. കുട്ടി അതൊക്കെ ചെയ്ത് നോക്കുകയാണ്, ചെറിയൊരു കോയിനിടുമ്പോൾ താഴുന്നുണ്ട്. അപ്പൊ കുട്ടിയിൽ ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. പിന്നെ അപ്പൊ അതൊരു ഡിസീക്വിലിബ്രേഷൻ ആണ്. പിന്നെ കുട്ടി അസിമുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, പ്ലാസ്റ്റിക് ബോൾ ഇട്ട് നോക്കുന്നു, പൊങ്ങിക്കിടക്കുന്നത് കാണുന്നു. അപ്പൊ കുട്ടിയിൽ കണ്ടില്ലേ പ്ലാസ്റ്റിക്. അപ്പൊ പിന്നെയാണ് കുട്ടി അത് അറിയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ ഒരു ഈക്വിലിബ്രേഷൻ ഒക്കെയാണ് നമ്മൾക്ക് പിയാഷെ പറഞ്ഞു തന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പിയാഷയുടെ. അപ്പൊ ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ എന്ന് വെച്ചാൽ പിയാഷയുടെ എന്ന് പറയേണ്ടി വരും.
ഓക്കെ, അപ്പൊ അത് മനസ്സിലായല്ലോ. പിന്നെ ബ്രൂണറിനെ പറ്റി ഞാൻ കൂടുതൽ പറയണില്ല. ബ്രൂണർ 3 സ്റ്റേജ് ആണ്. എനാക്റ്റീവ്, ഐക്കോണിക് ആൻഡ് സിംബോളിക് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ്, 3 സ്റ്റേജുകളാണ് പറഞ്ഞത്. എനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഏറ്റവും കുട്ടിക്കാലം ഓർത്താൽ മതി. അവിടെ കുട്ടിക്ക് വസ്തുക്കൾ, ഇപ്പൊ കാക്ക എന്ന് പറഞ്ഞ കുട്ടിക്ക് കാക്കയെ കാണിച്ചു കൊടുത്ത് നേരിട്ട് ചൂണ്ടി കാണിക്കുമ്പോൾ മാത്രമാണ് കുട്ടിക്ക് അത് കാക്കയാണെന്ന് അറിയുന്നുള്ളൂ. ആ ഒരു സ്റ്റേജാണ് ഇത്. മഞ്ചാടിക്കൂരൊക്കെ ഇട്ടിട്ട് 1, 2, 3 എന്ന് ചെയ്യുന്ന ആ ഒരു സ്റ്റേജാണ് എനാക്റ്റീവ് സ്റ്റേജ്. രണ്ടാമത്തെ ഐക്കോണിക് സ്റ്റേജ് ആണ്. ഐക്കോണിക് സ്റ്റേജിൽ കുട്ടിക്ക് പതുക്കെ ചിത്രങ്ങൾ കണ്ടാലും അത് പൂച്ചയാണെന്ന് മനസ്സിലാവുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പീരീഡാണ് ഐക്കോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ വരുന്ന ലാസ്റ്റ് സ്റ്റേജ് ആണ് സിംബോളിക് സ്റ്റേജ്. അവിടെ കുട്ടിക്ക് ചിത്രവും വേണ്ട, ആളെ ഒന്നും കാണണ്ട, ഭാഷ മാത്രം മതിയാവും അവിടെ. പിന്നെ കുട്ടിയോട് പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സൗന്ദര്യം എന്നുള്ള വാക്കൊക്കെ ഇപ്പോൾ എനാക്റ്റീവ് ഐക്കോണിക് സ്റ്റേജിലുള്ള കുട്ടിക്ക് മനസ്സിലാവാൻ പാടാണ്. പക്ഷെ സൗന്ദര്യം എന്ന വാക്ക് പറയുമ്പോൾ സിംബോളിക് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയ കുട്ടിക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അപ്പൊ അതൊക്കെ മെറ്റഫറുകളും സിമിലികളും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു പ്രായമാണ് ഈ സിംബോളിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെയാണ്. ഇനി കൺസ്ട്രക്റ്റിവിസം പറയണോ? ഇനി വേണ്ടല്ലോ. ഇനി കൺസ്ട്രക്റ്റിവിസം ഉണ്ട്. വൈഗോട്സ്കി ഒന്നും ചോദിക്കാതെ ഒരു ചോദ്യ പേപ്പറുകളും കടന്നു പോവാറില്ല. നോം ചോംസ്കി ഉണ്ട്. വൈഗോട്സ്കി പറയുന്നത് എന്താന്ന് വെച്ചാൽ ലാംഗ്വേജ് അക്വിസിഷൻ. കൺസ്ട്രക്റ്റിവിസ്റ്റ് പറയുന്നത് എങ്ങനെയാ അറിയോ? നോളജ് ഉണ്ടാവുന്നത് എപ്പോഴും കുട്ടി കൺസ്ട്രക്ട് ചെയ്യാണ് നോളജ് എന്നാണ് പറയുന്നത്. നിങ്ങൾ പഠിപ്പിച്ചെടുത്താലൊന്നും കുട്ടിക്ക് പഠിയില്ല. നിങ്ങൾ ടീച്ചർമാരെ കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കുട്ടിക്ക് വേണ്ട ഒരു കൈത്താങ്ങ് കൊടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് കോൾഡ് സ്കാഫോൾഡിങ്. വൈഗോട്സ്കി അതാണ് പറഞ്ഞത്. അതിൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം പറഞ്ഞത് പിയാഷയും സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം പറഞ്ഞത് വൈഗോട്സ്കിയും ആണ് കേട്ടോ, അത് മറക്കണ്ട. ഇതൊക്കെ ഇതിന്ന് വന്നുള്ളത് തന്നെയാണ്, കൊഗ്നിറ്റിവിസത്തിൽ നിന്ന് വന്നത് തന്നെയാണ്. പിന്നെ ഇനി വൈഗോട്സ്കി പറഞ്ഞത് നമ്മൾ എപ്പോഴും ഒരു സോഷ്യൽ അറ്റ്മോസ്ഫിയർ, ഒരു സാമൂഹ്യ ചുറ്റുപാടിൽ നിന്നാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന്. കുട്ടിക്ക് ടീച്ചർ എന്ത് പറഞ്ഞു കൊടുത്താലും കുട്ടിക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുക. അപ്പൊ ഈ സാമൂഹ്യ എന്താ പറയുക, ഒരു സോഷ്യൽ എൻവയോൺമെന്റ് കുട്ടിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും അവർക്ക് വേണ്ട ബിഹേവിയറിസ്റ്റുകൾ പറഞ്ഞ ലേണിംഗ് എക്സ്പീരിയൻസ്, നമ്മൾ പറയുന്ന എക്സ്പോഷർ, അതിനെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് പറയുന്നത് സ്കഫോൾഡിങ് എന്നാണ്. നമ്മൾ കൊടുക്കണ എല്ലാ കൈത്താങ്ങുകളെയും പറയുന്നത് സ്കഫോൾഡിങ് എന്നാണ്. അപ്പോ കുട്ടിക്ക് അറിയുന്ന പ്രസന്റ് ആയ ഒരു കണ്ടീഷൻ ഉണ്ട്, അതിനെ കറന്റ് എബിലിറ്റി എന്നാണ് പറയുക. നല്ലൊരു ടീച്ചർ വന്നിട്ട് കുട്ടിക്ക് കുറേ സപ്പോർട്ടും എക്സ്പീരിയൻസും ഒക്കെ കൊടുത്താൽ കൊടുക്കുന്ന ആ പ്രോസസ്സാണ് സ്കഫോൾഡിങ്. അതൊക്കെ കഴിഞ്ഞ് കുട്ടി എത്തുന്ന ഒരു ലെവലുണ്ട്, അതാണ് പൊട്ടൻഷ്യൽ എബിലിറ്റി എന്ന് പറയുക. ആ എബിലിറ്റിയുടെ കറന്റ് എബിലിറ്റിയുടെയും പൊട്ടൻഷ്യൽ എബിലിറ്റിയുടെ ഇടയിലുള്ള സ്ഥലത്തിനെ പറയുന്ന ആ ഒരു സമയമുണ്ട്. കുട്ടി അത് കിട്ടുന്ന സ്കഫോൾഡിങ് കിട്ടുന്ന ഏരിയ പറയുന്നതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് വൈഗോട്സ്കി ഇതല്ലാതെ 2-3 കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. റെസിപ്രോക്കൽ ലേണിംഗ് എന്ന് പറയുന്നത്, പ്രതിക്രിയ അധ്യാപനം എന്ന് പറയുന്ന ഒന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. സെൽഫ് ടോക്ക് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലാസ് റൂമിൽ അധ്യാപകനും കുട്ടിയും കൂടിയിട്ട് പരസ്പരം ചോദ്യങ്ങൾ ചോദിക്കുകയും ഗ്രൂപ്പ് ആവുക, ക്വസ്റ്റ്യനും ആൻസറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ആ പ്രോസസ്സാണ് റെസിപ്രോക്കൽ ലേണിംഗ്. കൺസ്ട്രക്റ്റിവിസത്തിന്റെ വലിയ ഒരു ഭാഗമാണത് റെസിപ്രോക്കൽ. ക്ലാസ് റൂമിൽ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ സെൽഫ് ടോക്ക് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി കുട്ടി പറയുന്നുണ്ട്. റെസിപ്രോക്കൽ ലേണിംഗിന്റെ 4 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യനിങ്ങും സമ്മറൈസിങ്, എക്സ്പ്ലെയിനിങ് ആൻഡ് പ്രെഡിക്റ്റിംഗ് എന്ന 4 സ്റ്റെപ്പ് ഉണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ നടത്തുന്നു. പൂവിന്റെ ഘടന, പൂവ് നമ്മൾ കൊടുക്കുന്നു, കുട്ടിയാണ് ഭാഗങ്ങൾ കണ്ടെത്തുന്നത്, കുട്ടിയാണ് നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. എല്ലാ പൂവും ഒരുപോലെയല്ല, പൂങ്കുലയായും ഒറ്റയായും നിൽക്കുന്നതാണ്. പൂവിൽ നിന്ന് ഈ കായുണ്ടാവുന്നു, എന്നാലോ കായുണ്ടാവും തോന്നിപ്പിക്കുന്ന സ്യൂഡോ ഫ്രൂട്ടുകളും ഉണ്ട് എന്നൊക്കെ കുട്ടിയാണ് കണ്ടെത്തുന്നത്. കണ്ടെത്താനുള്ള സാധന സാമഗ്രികൾ ടീച്ചർ കൊടുക്കണം, സ്കാഫോൾഡിങ് ടീച്ചർ കൊടുക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഫ്രോയിഡ് പറയണ്ടല്ലോ, ഇനി നമുക്ക് പിന്നെ പറഞ്ഞാൽ പോരെ. ഡിഫൻസ് മെക്കാനിസത്തിലൂടെ ഒക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് പോയിക്കോളൂ കേട്ടോ. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള H.E. ആംസ്ട്രോങ് ആണ്, മറക്കേണ്ട ഒരു പോയിന്റ് എന്റെ വക. ഹ്യൂറിസ്റ്റിക് മെത്തേഡ് കണ്ടെത്തൽ പഠനമാണത്. അപ്പോ H.E. ആംസ്ട്രോങ്ങിന്റെ ആണ്. ഇത്രയൊക്കെയാണ്. ഇനി വേണമെങ്കിൽ ഫ്രോയിഡ് ഇനി പറയണ്ടല്ലോ. ഓക്കെ, എല്ലാവർക്കും ഏകദേശം അടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ? എന്ത് പറയുന്നു? നിർത്താം? ഇല്ല മാം, അടുത്തില്ല. നല്ല ക്ലാസ് ആയിരുന്നു മാം. അല്ല, നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? ഓ, നന്നായിട്ട് മനസ്സിലായി. എന്ന് ഞാനൊരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഞാൻ ഫ്രോയിഡിനെയും ഡിഫൻസ് മെക്കാനിസം കൂടി ഒന്ന് പറഞ്ഞു നിർത്താം.
ഓക്കെ. ഓക്കെ ഓക്കെ. എന്നാ ഞാൻ പറയട്ടെ, വേഗം പറയട്ടെ ഫ്രോയിഡിനെ പറ്റി. സത്യത്തില് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ ഇതിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇത് കുറച്ച് എക്സാമ്പിളൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. അപ്പോ ഞാൻ പറയട്ടെ, ഈ ഫ്രോയിഡ് എനിക്ക് തോന്നുന്നത് ഒരു ഫ്രോയിഡിന്റെ 8ാമത്തെ മകനായിരുന്നു ഫ്രോയിഡ് അച്ഛന്റെ അമ്മയുടെയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കത് അത്ര ഓർമ്മയില്ല. എന്നാലും കുറെ മക്കളുള്ള ഒരു ഫാമിലി ജനിച്ച ആളായിരുന്നു ഫ്രോയിഡ്. അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള നല്ല ഒരു വിധം തരക്കേടില്ലാത്ത ഒരു ഫാമിലി ജനിച്ച ആളായിരുന്നു സിഗ്മണ്ട് ഫ്രോയിഡ്. ഞാൻ ഫ്രോയിഡിനെ പറ്റി പറയുമ്പോൾ ഇത്ര കുറച്ച് കൂടുതൽ പറയാനുള്ള ഒരു പ്രധാന കാരണം, ഫ്രോയിഡ് ഇപ്പൊ 3 വ്യക്തികൾ, ഇപ്പോൾ പ്രധാനമായിട്ടും ഫ്രോയിഡും അതുപോലെ ഡാർവിനും കാറൽ മാർക്സും ലോകത്തിലെ ഒരു രാജ്യത്തെയോ ഒരു പ്രത്യേക വ്യക്തിയെയോ ഒരു സമൂഹത്തെയോ മാത്രം സ്വാധീനിച്ച വ്യക്തികളല്ല. ലോകത്തെ മുഴുവൻ സ്വാധീനിച്ച 3 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങൾക്ക് പറയാവുന്ന 3 വ്യക്തികളിൽ ഒന്നാണ് ഈ മാർക്സും അതുപോലെ തന്നെ ഡാർവിനും ഫ്രോയിഡും. അപ്പൊ ഈ 3 വ്യക്തികൾ ഒരാളാണ് ഫ്രോയിഡ്. അതുകൊണ്ട് ഫ്രോയിഡിനെ പറ്റി പറയുമ്പോൾ നമ്മൾ അത്ര പരീക്ഷയ്ക്ക് ചോദിച്ചില്ലെങ്കിൽ കൂടി നമ്മൾ അത് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ഫ്രോയിഡ് പിന്നെ ഫ്രോയിഡിന്റെ തിയറി ആ കാലത്ത് വന്ന കാലത്ത് വളരെ വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു തിയറിയാണ്. അതിനൊരു കാരണം അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് തന്നെ അയ്യോ അയ്യേ എന്നൊക്കെ തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്നാണ്. ഞാൻ വളരെ മുമ്പ് വായിച്ച പുസ്തകമായതുകൊണ്ട് എനിക്കത് അന്നത്ര ഒരു നല്ലൊരു പുസ്തകമായിട്ട് ഒരു വായിക്കാൻ പറ്റിയ ഒരു ഫിക്ഷന്റെ ഒരു സ്വഭാവമൊന്നും അതിന് ഞാൻ കണ്ടില്ല. കുറെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച ആളാണ് ഫ്രോയിഡ്. ഫ്രോയിഡ് പറയണ എന്താ വെച്ചാൽ ഈ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർത്തീകരിക്കപ്പെടാത്ത ആഗ്രഹങ്ങളാണ്. അപ്പൊ ഡ്രീംസ് ആർ ദ മാനിഫെസ്റ്റേഷൻസ് ഓഫ് അൺഫുൾഫിൽഡ് ഡിസയേഴ്സ് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ സ്വപ്നങ്ങളെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ഫ്രോയിഡ് ശ്രമിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ കുടുംബത്തെ പറ്റി പറയാനുള്ള ഒരു കാരണം, ഫ്രോയിഡിനെ ഏറ്റവും സ്നേഹിച്ചിരുന്നത് അമ്മയായിരുന്നു. അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധം ഫ്രോയിഡിന് വളരെ മോശമായിരുന്നു. ഒരു തണുത്ത കോൾഡ് റിജിഡ് ഒരു ഫാർ അവേ റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയുമായിട്ടായിരുന്നു ഫ്രോയിഡിന് ഏറ്റവും കൂടുതൽ അടുപ്പം. അമ്മയ്ക്ക് ഫ്രോയിഡിന് പ്രത്യേകമായ ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനൊരു ഉദാഹരണം അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഒരിക്കൽ പറയുന്നുണ്ട്. എന്റെ സന്തോഷത്തിന് വേണ്ടി സ്വന്തം സഹോദരിയുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പിയാനോ പിന്നെ അമ്മ വിറ്റു ഫ്രോയിഡിന് വേണ്ടി. ഫ്രോയിഡ് നല്ല മിടുക്കനായിരുന്നു, പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു ആൾ. അപ്പൊ ഫ്രോയിഡിന് വേണ്ടി അത് വിറ്റ ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത്രയും അതിമനോഹരമായ അതീവ ഗാഠമായ ഒരു ബന്ധമായിരുന്നു അമ്മയ്ക്കും മകനും കൂടിയിട്ടുണ്ടായിരുന്നത്. ഞാനത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്ന് വെച്ചാൽ, ഫ്രോയിഡിന്റെ തിയറികൾ രൂപപ്പെട്ടു വന്നിട്ടുള്ളത് അത്തരം ബന്ധങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഫ്രോയിഡ് എപ്പോഴും കുട്ടിക്കാലത്തെ ഓർമ്മകൾ, കുട്ടിക്കാലത്തുള്ള നമുക്കുണ്ടായ അനുഭവങ്ങൾ ഉണ്ടല്ലോ, അത് നമ്മുടെ ലേറ്റർ ലൈഫിനെ ബാധിക്കും എന്ന് കണ്ടെത്തിയ ഒരാൾ കൂടിയായിരുന്നു ഫ്രോയിഡ്. അപ്പോ ഫ്രോയിഡ് എപ്പോഴും കണ്ടിരുന്ന ഒരു സ്വപ്നത്തെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. ഫ്രോയിഡ് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ചാരിയറ്റ്, എന്താ പറയുക, രഥം. ആ രഥത്തില് എന്താ കുതിരവണ്ടിയില് എപ്പോഴും ഇങ്ങനെ ഒരു കുതിരയെ തെളിച്ച ആളിങ്ങനെ കുതിരയെ തെളിച്ച് പോകുന്ന ഒരു ചിത്രം ഫ്രോയിഡ് കൂടെ കാണുന്ന ഒരു സ്വപ്നമായിട്ട് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് ഫ്രോയിഡ് പറയുന്നത് ആ കുതിരയെ തെളിക്കുന്ന റൈഡർ ഉണ്ടല്ലോ, അത് അച്ഛൻ എന്നൊക്കെയാണ്, സ്വന്തം അച്ഛനായിരുന്നു എന്നുള്ള മട്ടിലാണ് ഫ്രോയിഡ് അതിനെ പറയുന്നത്. അപ്പൊ എന്തോ ആവട്ടെ, ഫ്രോയിഡ് പറയുന്നത് അപ്പൊ അതൊക്കെ അങ്ങനെ പറയുന്നു. അപ്പൊ ഈ കുട്ടിക്കാലത്തെ ആഗ്രഹങ്ങൾ, കുട്ടിക്കാലത്ത് നമ്മൾ മൂടി വെച്ച കുറെ ഇഷ്ടങ്ങൾ, കുട്ടിക്കാലത്തെ കുറെ അസുഖകരങ്ങളായ അനുഭവങ്ങൾ, പ്ലസന്റ് ആയ എക്സ്പീരിയൻസ്, ഇതൊക്കെ നമ്മളെ ബാധിക്കും. അപ്പോ അങ്ങനെയാണ് അദ്ദേഹം തിയറികൾ ഉണ്ടാക്കുന്നത്. അപ്പോ ഈ പറയുന്ന എന്താന്ന് വെച്ചാൽ, ഈ അമ്മയും കുഞ്ഞും അമ്മയും ആൺകുട്ടിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടല്ലോ, ആ സൗഹൃദം, അതിനെ അദ്ദേഹം ഇഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സ്റ്റേജ് ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ നിങ്ങൾ ആ സ്റ്റേജ് ഒക്കെ ഒന്ന് പഠിച്ചോളൂ. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാം. ഫ്രോയിഡ് പറയുന്നത് കോൺഷ്യസ് 3 ലെവലാണ് നമ്മുടെ ബോധ മനസ്സിനുള്ളത്. ഒന്ന് ശരിക്കും കോൺഷ്യസ്നെസ് അഥവാ ബോധ മനസ്സ്, പിന്നെ ഒന്ന് പ്രീ കോൺഷ്യസ് അഥവാ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയും. അതായത് അതിനെന്താ ഒരു പേര് പറയും, ഉപബോധ മനസ്സ്. പിന്നെ 3ാമത്തെ ഒരു സ്റ്റേജ് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ്, അബോധ മനസ്സ്. അതായത് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന നമ്മളെ ബോധത്തിലുള്ള ഈ സമയം ഇതാണ്. നമ്മൾ ഇന്ന കാര്യങ്ങൾ കാണുന്നു, കാഴ്ചകൾ, നമ്മൾ വേറൊരാളെ ഇടപഴകുന്നു, ഇതൊക്കെ കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളാണ്. പക്ഷേ
ചില കാര്യങ്ങൾ നമ്മൾ സബ് മൈൻഡിൽ ഉണ്ടാവും. റീകോളിംഗ് എന്ന് പറയുന്ന ഒരു സാധനം, ഓർമ്മിച്ചെടുക്കുക. ഇപ്പോൾ അതാ ഞാൻ എൻ്റെ സബ് മൈൻഡിൽ ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നതാണ് സബ് മൈൻഡ്. ഞാൻ പെട്ടെന്ന് ഇതാ ഈ ഇതിൽ നോക്കുമ്പോൾ പ്രേമമാഷ കണ്ടു. അപ്പൊ ഞാൻ ഓർത്തു, അത് പ്രേമമാഷല്ലേ, പ്രേമമാഷ ഇതിൽ കയറിയിട്ടുണ്ടോ, മാഷ്ക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ, ഞാൻ ഓർത്തെടുത്തു. ദാറ്റ് ഈസ്, അപ്പൊ അതെന്റെ പ്രീകോൺഷ്യസ് മൈൻഡിലുള്ള സാധനമാണ്, സബ് മൈൻഡിലുള്ള സാധനമാണ്. ഇനി അൺകോൺഷ്യസ് മൈൻഡ്, അത് അബോധ മനസ്സാണ്. അതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അത് എന്താ പറയാ, അതിന്റെ ഒരു പ്രവർത്തനം വേറെ രീതിയിലാണ്, നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോ അതായത് നമ്മുടെ മനസ്സിന്റെ ഒരു ഏറ്റവും ഒളിഞ്ഞു കിടക്കുന്ന, നമുക്ക് പുറത്തൊന്നും അത്ര പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നല്ലാത്തതാണ് ഈ അൺകോൺഷ്യസ് അഥവാ അബോധ മനസ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ബോഡിയെ ഇങ്ങനെ ചലിപ്പിച്ചു നിർത്തുന്ന ഒരു എനർജിയെ പറ്റി, ഒരു സൈക്കിക് എനർജി ഉണ്ട്, ഒരു മനസ്സുമായി ബന്ധപ്പെട്ട ഒരു എനർജിയാണ് കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ലിബിഡോ എന്ന് പറയുന്ന ഒരു എനർജി കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം മനുഷ്യന്റെ ഒരു എന്താ പറയുക, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി പറയുന്നുണ്ട്. ഫ്രോയിഡ് പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മളെ മനസ്സൊക്കെ ഉണ്ടല്ലോ ഒരു ഐസ്ബർഗ് പോലെയാണെന്ന്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ഐസ്ബർഗ്, ടൈറ്റാനിക് ഇടിച്ച ഐസ്ബർഗ് ഉണ്ടല്ലോ, ആ ഐസ്ബർഗ് പോലെ. അതായത് അതിന്റെ 1/3 പാർട്ട് മാത്രമാണ് പുറമെ കാണുന്നത്. അതാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതിന്റെ വെള്ളത്തിന്റെയും ഈ കരയുടെയും ഇടയിൽ, മുകളിൽ വായുവിന്റെ ഇടയിലാണ് നിൽക്കുന്ന ആ ഇത്തിരി ഭാഗം ഉണ്ടല്ലോ, അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. കാണാതെ കിടക്കുന്ന വലിയ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ് ഫ്രോയിഡ് പറഞ്ഞത്. ചിലപ്പോഴൊക്കെ ഒരു ഐസ്ബർഗുമായിട്ട് നമ്മുടെ ലെവൽസ് ഓഫ് മൈൻഡിനെ ആരാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഫ്രോയിഡാന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഇനി ഫ്രോയിഡ് പറയുന്നത് ഈ ലിബിഡോ ഒക്കെ ആണെങ്കിലും, ഇനി ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞ 3 സ്ട്രക്ചർ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഉണ്ട്. ഇഡ് എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ, ചെറിയ പ്രായം ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ കൂടിയും പ്ലഷർ പ്രിൻസിപ്പിൾ മാത്രം വെച്ചിട്ട്, സന്തോഷത്തിന് മാത്രം ഫോളോ ചെയ്യുന്ന ഒന്നാണ് ഇഡ് എന്ന് പറഞ്ഞാല്. അതായത് പ്രത്യേകിച്ചും വിശപ്പ് വന്നാൽ, എന്ത് വന്നാലും വേണ്ടില്ല, ഭക്ഷണം കിട്ടണത് ആരുടെ ഭക്ഷണമാണ്, എവിടത്തെ ഭക്ഷണം ഒന്നും നോക്കാതെ കഴിക്കുന്നത് ഇഡ് വർക്ക് ചെയ്യുമ്പോഴാണ്. എവിടെ ഒന്നും നോക്കാതെ ഇഡ് വർക്ക് ചെയ്യുമ്പോൾ പ്ലഷർ പ്രിൻസിപ്പിളുമായിട്ട് ബേസ് ചെയ്ത്, പ്ലഷർ പ്രിൻസിപ്പിളിനെ മാത്രം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒന്നാണ് ഈഗോ എന്ന് പറയുന്നത്. ഇനി ഈഗോ, രണ്ടാമത്തെ ആളെയാണ് ഈഗോ എന്ന് പറയുന്നത്. ഈഗോ, പിന്നെ അതേപോലെ മൂന്നാമത്തെ ആള് സൂപ്പർ ഈഗോ. ഇതാണ് മനസ്സിന്റെ ഒരു സ്ട്രക്ചറിനെ പറ്റി പറയുന്നത്. അതില് ഈഗോ എന്ന് പറയുന്നത്, സൂപ്പർ ഈഗോ എന്ന് പറയുന്നതിന്റെയും ഇഡിന്റെയും ഇടയിലുള്ള ഒന്നാണ് ഈഗോ. ഈഗോയുടെ ജോലി എന്താ വെച്ചാൽ, ഇറ്റ് ഈസ് എ പോലീസ്മാൻ. ഒരു പോലീസ്മാൻ പോലെ, ട്രാഫിക്കിലൊക്കെ നിൽക്കുന്ന പോലീസ്മാൻ ഇല്ല, വണ്ടിയൊക്കെ ഈ വഴി പോട്ടെ ഈ വഴി പോട്ടെ എന്നൊക്കെ പറയുന്ന, കൺട്രോൾ ചെയ്യുന്ന, തെറ്റായി ഒന്നും ചെയ്യരുത്, നടക്കരുത്, അങ്ങനെ പറയുന്ന റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഈഗോ. അത് കഴിഞ്ഞാൽ സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് എന്താ പറയാ, സോഷ്യൽ റിയാലിറ്റിയെ, അല്ലെ പ്രത്യേകിച്ചും സൊസൈറ്റിയുടെ മൊറാലിറ്റി, എന്താ പറയാ, സാൻമാർഗിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ് സൂപ്പർ ഈഗോ. അപ്പൊ ഈ ഇഡിന്റെയും ഈഗോയുടെയും സൂപ്പർ ഈഗോയുടെയും ഒരു ആകെ കൂടി കലർന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മുടെ ജീവിതം. പക്ഷെ എന്നാൽ ഏറെക്കുറെ നോക്കുമ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഏറെയും ഉണ്ടാവുക ഇഡാണ് കൂടുതൽ വർക്ക് ചെയ്യുക. പക്ഷെ കുറച്ച് പ്രായം ചെല്ലുമ്പോൾ ഉണ്ടാവുന്നത് സൂപ്പർ ഈഗോക്കൊക്കെ ഒരു മേൽക്കൈ കാണാം. എന്നാലും ഇതിൽ നിന്നൊരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള, ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു കെട്ട് നോട്ട് വീണ് കിടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സ്വർണത്തിന് വില കൂടിയ സമയമാണ്, അപ്പോ ഒരു സ്വർണ്ണമാല വീണ് കിടക്കുന്നുണ്ട്, ഇതെടുത്താൽ എനിക്ക് സുഖമായിട്ട് കുറെ പൈസ കിട്ടുമല്ലോ വിറ്റാല് എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ അവിടെ ഏത് പ്രിൻസിപ്പിളാണ് വർക്ക് ചെയ്യണമെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉറപ്പായിട്ടും സംശയമില്ല, ഇഡാണ്. എന്നാൽ ഈഗോ വർക്ക് ചെയ്യുന്ന ഒരാൾ വിചാരിക്കണം എന്താ വെച്ചാൽ, ഈ പൈസ കൃത്യമായി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുകയാണ് നല്ലത്, അതാണ് അതിന്റെ ശരിയായ രീതി, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥന് തിരിച്ചു കിട്ടുമല്ലോ, നമ്മൾ എടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ ചിന്തിക്കും. സൂപ്പർ ഈഗോ ഉള്ള ആള് ഹൈലി മോറല്ല. അവര് ചിലപ്പോ എന്താ പറയുക, ഇതിന്റെ ആളെ നേരിട്ട് കണ്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ഒരിക്കലും എടുക്കണ കാര്യം ചിന്തിക്കുകയില്ല അതിനെപ്പറ്റി. സോഷ്യൽ റിയാലിറ്റി, അയ്യോ ആൾക്കാരെന്ത് വിചാരിക്കും ഇത് കണ്ടാൽ, ആൾക്കാർ വിചാരിക്കണ എങ്ങനെയാന്ന് വെച്ചാൽ ഏറ്റവും നല്ലത് ഇത് കൊടുക്കുക, ആൾക്കാരെ ബോധിപ്പിക്കും കൂടി വേണം. എന്നാൽ നമുക്കൊരു ചെറിയ ഫംഗ്ഷനൊക്കെ നടത്തി അതിൽ അയാൾക്ക് ഇത് ഏൽപ്പിച്ച് അയാൾക്കും ഒരു സന്തോഷം എനിക്കും സന്തോഷം, അങ്ങനെ പറയുന്ന ഒരു ഹൈലി മോറലായ ഒരു ഏരിയയാണ് ഇത്. ഇനി ഫ്രോയിഡ് ഇപ്പൊ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഈ ഡിഫൻസ് മെക്കാനിസമത്തില് ചില ഭാഗങ്ങളൊക്കെ, ചില കാര്യങ്ങളൊക്കെ സബ്ലിമേഷനൊക്കെ ഫ്രോയിഡ് പറഞ്ഞതാണ്.
അതുപോലെ റിപ്രഷൻ ഒക്കെ ഫ്രോയിഡ് പറഞ്ഞതാണ്. അതിൽ എല്ലാം ഒന്നുമില്ല. ഇനി ഡിഫൻസ് മെക്കാനിസം പറയണ്ടല്ലോ. അതാ കഴിഞ്ഞു. ഇത്രയും ഭാഗം ഡിഫൻസ് മെക്കാനിസത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, പക്ഷെ എപ്പോഴും അത് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് വേറെ എപ്പോഴെങ്കിലും ഒന്നുകൂടി ഇതുപോലെ ഒരു മീറ്റ് വെക്കാം. അപ്പോ കുറച്ച് കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യാം. പോരെ? ആരെങ്കിലും ഒന്നോ രണ്ടാൾ പ്രതികരിക്കൂ, നമുക്ക് ക്ലാസ് നിർത്താം. ടീച്ചർ പരീക്ഷയുടെ മുമ്പായിട്ട് ഇതുപോലെ ഒരു ക്ലാസ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങള് ഇന്നിപ്പോ ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കുറെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാര്യങ്ങളുണ്ട്. തോന്നുന്നു സൈക്കോളജിയുടെ ഒരു 10 മാർക്കിലൊക്കെ കൂടുതൽ ഒരു 15 മാർക്കും ഒക്കെ സ്കോർ ചെയ്യാവുന്ന ധാരാളം കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞതായിട്ട് തോന്നുന്നു. കാരണം ഞാൻ അത് കുറെ ക്ലാസ് ഇങ്ങനെ കേട്ട് ആ ക്ലാസ്സുകളൊക്കെ ടീച്ചർ ഇപ്പൊ ഒരുമിച്ച് എക്സാമ്പിളിലൂടെ കുറെ ഇനി അതൊന്ന് എഴുതി വെച്ചതും കൂടി വായിക്കുമ്പോൾ കുറെ ക്ലിയർ ആവുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു ടീച്ചറെ. ഒരു ക്ലാസ്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഉപകാരമാവും തോന്നുന്നുണ്ട്. എനിക്ക് ഉപകാരമാവും. മാം ഞാനും കുറെ നോട്ട്സ് വായിക്കുകയാണ് ചെയ്തത്. അപ്പൊ എനിക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ മറക്കാറുണ്ട്. പക്ഷെ മാം പറഞ്ഞപ്പോൾ അതെനിക്ക് നന്നായിട്ട് റീഫ്രഷ് ചെയ്യാൻ സാധിച്ചു. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ക്ലാസ് നിർത്താം അല്ലെ സുധീർ മാഷെ? അപ്പോ ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാം, കാരണം സമയം കുറെ വൈകിപ്പോയി. ഓ ടീച്ചർ, അപ്പോ അപ്പൊ നമുക്ക് പിന്നെ ആലോചിക്കാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. പിന്നെ ഒരു ബോറടിപ്പിക്കുന്നതിന് ഒരു പരിധിയില്ലേ മാഷെ? മാം ഒട്ടും ബോറടിച്ചില്ല മാം, അത് തോന്നിയതാ. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ടീച്ചറോട് ഞാൻ പറഞ്ഞപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞു, ടീച്ചർ 1 മണിക്കൂർ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ടീച്ചറെ കൊണ്ട് ഇറങ്ങിയത്. ഇപ്പോൾ ടീച്ചർ 2 മണിക്കൂറോളം അല്ലെ തുടങ്ങി. ഞാനിപ്പോ ടീച്ചറെ ക്ലാസ് തുടങ്ങി 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ ഇപ്പൊ വളാഞ്ചേരി എത്താറായി. ഇത്രയും സമയം ടീച്ചർ ക്ലാസ് കൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും വളരെ ഉപകാരമായിട്ടുണ്ട്. അപ്പോ ടീച്ചർക്ക് ഇനി കൺവീൻ്റെ ഒരു ഡേറ്റ് പറയുകയാണെങ്കിൽ, ടീച്ചർക്ക് പ്രയാസമില്ലെങ്കിൽ ഇവർക്ക് വേണ്ടി നമുക്ക് ഒരു ക്ലാസ് കൂടി ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരൊക്കെ താല്പര്യപ്രകാരം ടീച്ചർ കൂടി പ്രയാസമില്ലാത്ത രീതിയിലാണെങ്കിൽ നമുക്കത് ആലോചിക്കാം. എന്തായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു ടീച്ചർ. ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി മാറ്റി പറയാണ്. ഞാൻ ടീച്ചറെ കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇത്രയും നന്നായി പറയുന്നുള്ളത് വളരെ നന്നായി മനസ്സിലായിട്ടുണ്ടായി. വെറുതെ അല്ല ടീച്ചറെ കുറിച്ച് സൈക്കോളജി ക്ലാസ്സിൽ ഇരുന്ന ടീച്ചർമാർ പറയണത് എന്ന് എനിക്ക് വളരെ ബോധ്യമായി. എന്തായാലും പറ്റുകയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ വെക്കാം ടീച്ചറെ. അല്ല വെക്കാം. അല്ല, എനിക്ക് കുറച്ച് മടിയൊക്കെയുള്ള ആളാണ്. എനിക്ക് അങ്ങനെ ഇതിനു വേണ്ടി കുറച്ച് ഇങ്ങനെ പ്രിപ്പയർ ഒന്ന് വായിച്ചോ, ഏതൊക്കെ പറയേണ്ടതെന്നൊക്കെ ഒരു പ്ലാൻ ചെയ്യണമല്ലോ. ആയിക്കോട്ടെ, ഇതിപ്പോ ഞാനും കൂടി എഴുതാൻ പോണ ഒരു സംഭവം ആയതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് കുറച്ച് ഉപകാരപ്പെടുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ അല്ല, എനിക്ക് ആകെ ഒരു സംശയം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇരിക്കുന്ന ഈ ടീച്ചേഴ്സിനൊക്കെയും കുറച്ചുകൂടി കൂടുതൽ അറിയുന്നുണ്ടാവും കാര്യങ്ങൾ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ പെട്ടെന്ന് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചാൽ അതാണോ ശരി ഇതാണോ ശരി വെച്ചാൽ എനിക്കും ചെറിയൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. പിന്നെ ഒന്നാമത് ഞാൻ പഠിപ്പിച്ചതും ഈ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലൂടെ പോയിട്ടുള്ള ഒരാളല്ല. ഞാൻ ക്ലാസ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും. എന്തായാലും അതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ക്ലാസ്സിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും ആദ്യമൊക്കെ എനിക്കൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, കാരണം ഇത് ഇങ്ങനെ തന്നെയാണോ, ഇവർ മനസ്സിലാക്കുന്നുണ്ടോ, ഇതൊക്കെ അവർക്ക് അറിയുന്നുണ്ടോ, ശരിയാവുണ്ടോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സ് പ്ലീസ് സുധീർ മാഷെ അറിയിച്ചോളൂ. പിന്നെ നമുക്ക് ഒരിക്കൽ 1-2 ക്ലാസ് നമുക്ക് ഇതിന്റെ ഇടയിൽ വെക്കാം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അറിയില്ല എന്നും കൂടി ഒന്നുകൂടി ഇന്ററാക്റ്റീവ് ആയ കാര്യങ്ങളൊക്കെ. എന്തായാലും ടീച്ചേഴ്സ് ഒക്കെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. ഓക്കെ, റൈറ്റ്, എനിക്ക് സന്തോഷം. ടീച്ചർ പറയാൻ കഴിയാ, ടീച്ചറുടെ ഉദാഹരണങ്ങൾ കേൾക്കുമ്പോണ്ടല്ലോ, ഒരു ഉദാഹരണത്തിന് 2-3 മൾട്ടിപ്പിൾ ചോയ്സിന്റെ ഉത്തരങ്ങളായിട്ടുണ്ടായിരുന്നു. അത്ര നല്ല രീതിയിലാണ് ടീച്ചർ അവതരിപ്പിച്ചത്. ക്ലാസ് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഗംഭീരം. അല്ല പ്രേം മാഷെ, നിങ്ങൾ എന്തിനാ ഈ ക്ലാസ് കയറി? എനിക്ക് അതാ മനസ്സിലാവാത്തത്. ഞാൻ വെറുതെ സുധീർ മാഷിട്ട് ചേർത്ത് കരുതിയ. പിന്നെ അത് ഏതോ ടീച്ചർ ഗംഭീരമായിരുന്നു. ടീച്ചറുടെ അധിക വായനയുടെയും പിന്നെ ഉദാഹരണങ്ങളൊക്കെ കുറെ പോയിന്റുകൾ കിട്ടിയിട്ടോ. കുറെ ക്ലാസ്സുകളുടെ വ്യത്യസ്തമായ ക്ലാസ് നന്നായിട്ടുണ്ട്, സൂപ്പർ. ഓക്കെ, താങ്ക് യു. എന്നാ ഞാൻ ലീവ് ചെയ്യട്ടെ. ഓക്കെ, പിന്നെ സുധീർ മാഷ് പിന്നെ അറിയിച്ചാൽ മതി. ഓക്കെ, റൈറ്റ്. അപ്പൊ ടീച്ചേഴ്സ്, താങ്ക് യു വെരി മച്ച്.